നമസ്കാരം, എല്ലാവർക്കും ഗോവ ട്രേഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെൻട്രൽ ഗവൺമെൻറ് അണ്ടറിലുള്ള കമ്പനീസിനെ കുറിച്ചിട്ടാണ്. നമുക്ക് ആദ്യം അതിൻ്റെ സ്ലൈഡ് ഒന്ന് കാണാം. നമുക്ക് 4 രീതിയിലാണ് സെൻട്രൽ ഗവൺമെൻറ് എല്ലാ കമ്പനീസിനെയും ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് മഹാരത്ന, നവരത്ന, മിനിരത്ന കാറ്റഗറി 1, മിനിരത്ന കാറ്റഗറി 2. മഹാരത്ന ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് ഈ വീഡിയോൻ്റെ താഴെ കൊടുക്കുന്നുണ്ട്. അതിൽ ഞാൻ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് എന്താണ് മഹാരത്ന, ഏതൊക്കെയാണ് മഹാരത്ന കമ്പനീസ്, പിന്നെ എങ്ങനെയാണ് അവർ ഇത് കാറ്റഗറൈസ് ചെയ്യുന്നതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും, പിന്നെ അവരുടെ വെബ്സൈറ്റും, പിന്നെ അതിൻ്റെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടും ഒക്കെ നമ്മൾ ആ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. മഹാരത്ന ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നവരത്ന കമ്പനീസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം. അതിനു മുമ്പ് അതിൻ്റെ ബേസ് ഏതൊക്കെ രീതിയിലാണ്, എന്തിൻ്റെ ബേസിലാണ് ഗവൺമെൻറ് ഇതിനെ നവരത്ന കമ്പനീസ് എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ പറയുന്നതിന് സ്കോറിൻ്റെ ബേസിലാണ്. ഔട്ട് ഓഫ് 100-ലെ 60 സ്കോറുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് നവരത്ന കമ്പനി ആയിട്ട് മാറ്റാം. അതിന് പാരാമീറ്റേഴ്സ് അവർ വെച്ചിട്ടുണ്ട്. അത് നെറ്റ് പ്രോഫിറ്റിൻ്റെ ബേസിൽ, നെറ്റ് വർത്തിൻ്റെ ബേസിൽ, ടോട്ടൽ മാൻ പവറിൻ്റെ ബേസിൽ, മാൻ പവർ കോസ്റ്റിൻ്റെ ബേസിൽ, ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, കോസ്റ്റ് ഓഫ് സർവീസസ്, പ്രോഫിറ്റ് ബിഫോർ ഡിപ്രീസിയേഷൻ, ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്, ക്യാപിറ്റൽ എംപ്ലോയിഡ് ആൻഡ് എക്സെട്ര. പിന്നെ ഒരു മിനിരത്ന കമ്പനി ആയിട്ടുള്ള ഏതൊരു കമ്പനിയും ഓട്ടോമാറ്റിക് നവരത്ന കമ്പനി ആയിട്ട് നമുക്കത് കൺവേർട്ട് ചെയ്യാനും, ഈ പറഞ്ഞ സ്കോർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് അത് കൺവേർട്ട് ആയി പോകും. പിന്നെ അവർക്ക് 1000 കോടി വരെ, അല്ലെങ്കിൽ 50% ഓഫ് ദെയർ നെറ്റ് വർത്ത് ഇതിൻ്റെ വരെയുള്ള പ്രൊജക്റ്റുകൾക്ക് അവർക്ക് സെൽഫായിട്ട് തന്നെ അതിന് ഡിസിഷൻസ് എടുക്കാം. പിന്നെ അതുപോലെ തന്നെ അവർ പറയുന്നത് a company must first be a Miniratna and have 4 independent directors on its board before it can be made a Navaratna. അപ്പോൾ ഈ ചെറിയ കാറ്റഗറീസ് ഉള്ള എല്ലാ കമ്പനീസിനെയും അവർ നവരത്ന ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു എലിജിബിലിറ്റിയും പിന്നെ അതിൻ്റെ ബെനിഫിറ്റ് ഫോർ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ വരുന്നത്. ഇനി നമുക്കതിൻ്റെ സ്ലൈഡിലേക്ക് പോവാം. ഏതൊക്കെ കമ്പനീസാണ് നവരത്ന ഗ്രൂപ്പിൽ പെടുന്നത് എന്നുള്ളത്. അതിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നവരത്ന കമ്പനീസ് ഫസ്റ്റ് വരുന്നത് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്, BEL. ഭാരത് ഇലക്ട്രോണിക് ലിമിറ്റഡ് ആണ് ഫസ്റ്റ് കമ്പനി വരുന്നത്. ഇപ്പോൾ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 60 രൂപയാണ്. ഭാരത് ഇലക്ട്രോണിക്സ് എന്ന് പറയപ്പെടുന്നത് മെയിനായിട്ട് ഇന്ത്യയുടെ ഡിഫൻസിനോട് ലിങ്ക് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ്. ഇന്ത്യൻ ഡിഫൻസിൻ്റേതായിട്ടുള്ള എല്ലാ ഇലക്ട്രോണിക് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാതും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ആണ്. ഇത് മെയിൻലി ഇന്ത്യൻ ഡിഫൻസിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു കമ്പനിയാണ്. ആ ഒരു ഇതിലാണ് ഇവർ ഇത് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്, BEL. അതിൻ്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റ് 60 rupees ആണ്. പിന്നെ കണ്ടെയ്നർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് കണ്ടെയ്നർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റ് റേറ്റ് 365 രൂപയാണ്. ഇത് കുറച്ച് നാളുകൾക്ക് മുമ്പ് 1000 രൂപയ്ക്ക് മേലെയായിരുന്നു. അത് സ്പ്ലിറ്റ് ചെയ്ത് ബോണസ് കൊടുത്തപ്പോൾ റേറ്റ് കുറച്ച് കുറഞ്ഞു വന്നതാണ്. കണ്ടെയ്നർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അത് മെയിനായിട്ട് ഇതുപോലെ തന്നെ കണ്ടെയ്നർ ട്രാൻസ്പോർട്ടേഷൻ ആണ്. അതായത് ഇപ്പോൾ ഷിപ്പ് ആയാലും എയർക്രാഫ്റ്റ് ആയാലും ഉള്ള എല്ലാ കണ്ടെയ്നർ ട്രാൻസ്പോർട്ടേഷനും ഗവൺമെൻറ് ബേസ്ഡ് ഇതെല്ലാം നോക്കുന്നത് ഈ ഒരു ഡിവിഷനാണ്. പിന്നെ അടുത്ത് പറയുന്നത് എൻജിനീയേഴ്സ് ഇന്ത്യ ലിമിറ്റഡ്. എൻജിനീയേഴ്സ് ഇന്ത്യ ലിമിറ്റഡ് മെയിനായിട്ട് ഇത് ചെയ്യുന്നത് ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടർ, അതുപോലെ തന്നെ എൻജിനീയറിംഗ് മെയിനായിട്ട് നിൽക്കപ്പെടുന്നത് നമ്മളുടെ റിഫൈനറീസും അതുപോലെ തന്നെ ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടേഴ്സിനും സപ്പോർട്ട് ചെയ്യാൻ, ഗവൺമെൻറ് ബേസ്ഡ് ആയിട്ടുള്ള എല്ലാതും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എൻജിനീയേഴ്സ് ഇന്ത്യ മെയിൻലി അവർ ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യുന്നത്. അതിൻ്റെ മാർക്കറ്റ് റേറ്റ് ഇപ്പോൾ 61 രൂപയാണ്. പിന്നെ അടുത്തത് 4ാം സ്ഥാനത്തുള്ളത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ് ആണ്. 497 രൂപയാണ് മാർക്കറ്റ് റേറ്റ്. ഇത് 1000 രൂപ വരെ പോയിരുന്നു, പിന്നെ അത് കുറഞ്ഞ് താഴേക്ക് വന്നതായിരുന്നു. പിന്നെ ഇത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡിൽ വരുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഹെലികോപ്റ്റേഴ്സും പിന്നെ ഡിഫൻസിൻ്റേത് ആവശ്യപ്പെട്ടിട്ടുള്ള അനുബന്ധിച്ചിട്ടുള്ള എല്ലാ എയർഫോഴ്സിനനുബന്ധിച്ചിട്ടുള്ള എല്ലാതും ഇവരാണ് നമ്മളെ ഡിഫൻസിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇൻ്റർനാഷണൽ ബേസിലായിട്ടും ഇവർ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ
എയർക്രാഫ്റ്റ് അതുപോലെ തന്നെ ഹെലികോപ്റ്റർ ആ സെക്ഷനിലാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ് വർക്ക് ചെയ്യുന്നത്. മെയിൻലി ഇന്ത്യൻ ഡിഫൻസിന് സപ്പോർട്ട് ചെയ്യാനാണ്. പിന്നെ MTNL ആണ്, മഹാനഗർ ടെലികോം നിഗം ലിമിറ്റഡ്. ഇത് മെയിനായിട്ട് ഡൽഹി ആൻഡ് മുംബൈയിലാണ് ഇത് മെയിനായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇത് ടെലികമ്മ്യൂണിക്കേഷൻ ആണ്, ലാൻഡ് ലൈൻ, ബ്രോഡ്ബാൻഡ് എല്ലാതും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇത് മെയിൻലി ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഡൽഹി ആൻഡ് മുംബൈ മാത്രമാണ്. ഇത് മാർക്കറ്റിൽ ഇപ്പോഴത്തെ റേറ്റ് 7 രൂപയാണ്. പിന്നെ അടുത്ത് വരുന്നത് നാൾക്കോം, നാഷണൽ അലുമിനിയം കമ്പനി. ഏഷ്യയിലെ തന്നെ ഒരു വലിയൊരു പ്ലാന്റ് ആണ് ഏഷ്യയിലെ തന്നെ ഒരു വലിയൊരു അലുമിനിയം കമ്പനിയാണ് നാഷണൽ അലുമിനിയം കമ്പനി നാൾക്കോം. നല്ല എക്സ്പോർട്ടിങ്ങും എല്ലാം ചെയ്യുന്നുണ്ട്. ഇന്ത്യയുടെ ഒരു ശരിക്കും പറഞ്ഞാൽ നല്ലൊരു അസറ്റും കൂടിയാണത്. നാഷണൽ അലുമിനിയം കമ്പനി നാൾക്കോ ഇപ്പോൾ മാർക്കറ്റ് റേറ്റ് 28 രൂപയാണ്. പിന്നെ അടുത്ത് വരുന്നത് NBCC ആണ്, നാഷണൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ. ഗവൺമെൻറ്റേതായിട്ടുള്ള എല്ലാ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻസും ബാക്കി എഞ്ചിനീയറിംഗ് വർക്കും അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്സ് ഇതെല്ലാം NBCC ത്രൂ ആണ് ചെയ്യപ്പെടുന്നത്. മാർക്കറ്റിൽ ഇപ്പോൾ 18 രൂപയാണ് അതിൻ്റെ റേറ്റ്. പിന്നുള്ളത് NMDC ആണ്, നാഷണൽ മിനറൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. ഒരു വലിയൊരു മിനറൽ റിസർവ് തന്നെ നമുക്കുണ്ട്. അതെല്ലാം കൺട്രോൾ ചെയ്യണതും എക്സ്പോർട്ട് ചെയ്യണതും എല്ലാം NMDC ത്രൂ ആണ്. ഇപ്പോൾ മാർക്കറ്റ് റേറ്റിൽ ഇപ്പോൾ 73 രൂപയാണ് മാർക്കറ്റിൽ അതിൻ്റെ റേറ്റ് ഉള്ളത്. പിന്നെ NLC ഇന്ത്യ ലിമിറ്റഡ് ആണ്, നെയ്വേലി ലിഗ്നൈറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്. ഇത് മെയിനായിട്ട് പവർ ജനറേഷനും പിന്നെ ലിഗ്നൈറ്റ് എക്സ്പ്ലോറേഷനാണ് മെയിനായിട്ട് ഇത് ചെയ്യുന്നത്. മൈനിങ് ആണ് ഇവർ മെയിനായിട്ട് ചെയ്യുന്നത് നെയ്വേലി. ഇപ്പോൾ മാർക്കറ്റ് റേറ്റിൽ 42 രൂപയാണ്. പിന്നെ ഓയിൽ ഇന്ത്യ ലിമിറ്റഡ് മാർക്കറ്റിൽ 88 രൂപയാണ്. ഇത് മെയിനായിട്ട് അതുപോലെ തന്നെ ഡ്രില്ലിംഗ് ഓപ്പറേഷനാണ് മെയിനായിട്ട് ഓയിൽ ഇന്ത്യ ചെയ്യുന്നത്. പിന്നെ അടുത്തത് പവർ ഫിനാൻസ് കോർപ്പറേഷൻ ആണ്, PFC. പവർ ഫിനാൻസ് കോർപ്പറേഷൻ മെയിനായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് പവർ ജനറേഷൻ കമ്പനി, പവറിനോട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കമ്പനികൾക്കും കൊടുക്കുന്ന ഫിനാൻസ് ഡിവിഷനാണ്. അവർക്ക് ആവശ്യമുള്ള എല്ലാ ഫിനാൻസ് സപ്പോർട്ടും എല്ലാതും പ്രൊവൈഡ് ചെയ്യുന്നത് ഈ പവർ ഫിനാൻസ് കോർപ്പറേഷൻ ത്രൂ ആണ്. അതിൻ്റെ മാർക്കറ്റിൽ ഇപ്പോൾ 84 രൂപയാണ്. നല്ലൊരു ഡിവിഡൻഡ്, കൺസിസ്റ്റൻസിയിൽ ഡിവിഡൻഡ് കൊടുക്കുന്ന ഒരു കമ്പനി കൂടിയാണ് പവർ ഫിനാൻസ് കോർപ്പറേഷൻ. 84 രൂപയാണ് മാർക്കറ്റിൽ അതിൻ്റെ റേറ്റ്. പിന്നെ രാഷ്ട്രീയ ഇസ്പാറ്റ് നിഗം ലിമിറ്റഡ്, RINL. ഇത് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യാത്തൊരു കമ്പനിയാണ്. ഇത് ഇതുവരെ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടില്ല. എന്നാലത് നവരത്ന ഗ്രൂപ്പിലുള്ള ഒരു കമ്പനിയും കൂടിയാണ്. പിന്നെ അടുത്തത് 13ാമത്തെ കമ്പനി വരുന്നത് റൂറൽ ഇലക്ട്രിക്കൽ REC, ഇലക്ട്രിഫിക്കേഷൻസ് കോർപ്പറേഷൻ ആണ്, REC. 89 രൂപയാണ് മാർക്കറ്റിൽ ഇപ്പോഴത്തെ അതിൻ്റെ റേറ്റ്. അതായത് ഇത് റൂറൽ ഇലക്ട്രിക്കിനോട് ലിങ്ക് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ്. റൂറൽ ഏരിയയിലുള്ള എല്ലാ ഇലക്ട്രിക്കിനോട് ലിങ്ക് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നതും പ്രൊവൈഡ് ചെയ്യുന്നതും ഈ REC ത്രൂ ആണ്. ഇതും നല്ലൊരു ഡിവിഡൻഡ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. കൺസിസ്റ്റൻസി ഉണ്ട്, കണ്ടിന്യൂറ്റി എല്ലാം ഉള്ള ഒരു കമ്പനിയാണ്. 89 രൂപയാണ് മാർക്കറ്റിൽ ഇപ്പോൾ അതിൻ്റെ റേറ്റ്. പിന്നെ അടുത്തത് SCI ആണ്, ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഇതും ഇതുപോലെ തന്നെ ഷിപ്പിങ്ങിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഇന്ത്യൻ ഗവൺമെൻറ് എല്ലാതും ഷിപ്പിംഗ് SCI ത്രൂ ആണ് നടക്കുന്നത്. 40 രൂപയാണ് അതിൻ്റെ മാർക്കറ്റിൽ ഇപ്പോഴത്തെ റേറ്റ്. അപ്പോൾ ഈ 14 കമ്പനീസാണ് നവരത്ന കമ്പനീസ് എന്ന് പറയപ്പെടുന്നത്. ഈ 14 കമ്പനീസിൻ്റെ ഒരു ബ്രീഫായിട്ടുള്ള സ്ലൈഡാണ് നിങ്ങൾ കണ്ടത്. ഇനി നമുക്ക് ഇവരുടെ വെബ്സൈറ്റും പിന്നെ ഇവരുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഒന്ന് പോവാം. ഇതാണ് ഇതിൻ്റെ ഇത്. പിന്നെ നമ്മൾ ഫസ്റ്റ് നോക്കിയ പോലെ തന്നെ BL ഭാരത് ഇലക്ട്രോണിക്സ്, ഇതാണ് ഇവരുടെ ഹോം പേജ്. ഇപ്പോൾ ഹോം പേജിൽ കണ്ടാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഡിഫൻസിനോട് അനുബന്ധിച്ചിട്ടുള്ള മെയിനായിട്ടുള്ളത് എല്ലാതും ഇവർ തന്നെയാണ് മാനുഫാക്ചർ ചെയ്യപ്പെടുന്നത്. ഇതിൽ ഇവർ വാട്ട് വി ഡൂവിൽ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും ഡിഫൻസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് പ്രൊഡക്ഷൻ, പിന്നെ നാവൽ സിസ്റ്റം, ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റം, പിന്നെ
എല്ലാം എന്താ പറയുക, ഡിഫൻസിനോട് ലിങ്ക് ചെയ്തിട്ടുള്ള മെയിൻ ആയിട്ടുള്ള എല്ലാം, ഇലക്ട്രോണിക്സിനോട് ലിങ്ക് ചെയ്തിട്ടുള്ളത് എല്ലാതും ഇവർ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. മെയിനായിട്ട് ഇത് അവർ പറയുന്നുണ്ട്, മെയിനായിട്ട് ഇത് ഡിഫൻസിന് വേണ്ടി തന്നെ ഒരു ഓപ്പൺ ചെയ്തിട്ടുള്ള ഒരു ഡിവിഷൻ കൂടിയാണ് ഭാരത് ഇലക്ട്രോണിക്സ്. ഇതാണ് ഇതിൻ്റെ വെബ്സൈറ്റ്. ഇപ്പോൾ ഇതിൽ നമ്മൾ നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. ഇതിന് ഇപ്പോൾ ഏത് ഇതിൻ്റെ സ്ലൈഡ് ഹോം പേജിൽ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. എല്ലാം ഡിഫൻസിന് ആവശ്യപ്പെട്ട എല്ലാ എക്യുപ്മെൻസും എല്ലാം ഇവർ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യപ്പെടുന്നത്. ഇതാണ് ഇതിൻ്റെ ബിയുടെ ഹോം പേജ്. പിന്നെ അടുത്തത് നമ്മൾ കണ്ടെയ്നർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. അത് നമ്മളിപ്പോൾ ഇതിൻ്റെ ഹോം പേജ് കണ്ടാൽ തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇതിൽ ഓൾറെഡി ക്ലിയർ ആയി മെൻഷൻ ചെയ്തിട്ടുണ്ട് നവരത്ന കമ്പനി. പിന്നെ എല്ലാ ഷിപ്പിംഗ് എല്ലാ കണ്ടെയ്നർ ട്രാൻസ്പോർട്ടേഷനും ബാക്കി എല്ലാതും ഇവർ ത്രൂ ആണ് ഇത് ചെയ്യുന്നത്. ഇതാണ് ഇതിൻ്റെ ഹോം പേജ് വരുന്നത്. പിന്നെ അടുത്തത് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ EIL ആണ്, എഞ്ചിനീയേഴ്സ് ഇന്ത്യ. അതിലും ക്ലിയർ ആയി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു നവരത്ന കമ്പനി. പിന്നെ അവരുടെ മെയിൻ ആയിട്ടുള്ള ബിസിനസ് എന്ന് പറയപ്പെടുന്നത് ഡിവിഷൻസിനെ അവർ ഡിവൈഡ് പല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പെട്രോളിയം റിഫൈനിങ്, ഓൺഷോർ ഓയിൽ ആൻഡ് ഗ്യാസ്, ഓൺഷോർ ഓഫ്ഷോർ, പൈപ്പ് ലൈൻ, പോർട്ട് ആൻഡ് ടെർമിനൽ, പിന്നെ ഓരോ ഡിവിഷൻ വൈസ് ആയിട്ട്, പിന്നെ പെട്രോ കെമിക്കൽസ്, ഫെർട്ടിലൈസേഴ്സ്, മൈനിങ്, എല്ലാ ഡിവിഷൻസിലും ഇവരുടെ എഞ്ചിനീയറിംഗ് വർക്ക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും അവർ ചെയ്യുന്നുണ്ട്. ഇതാണ് എഞ്ചിനീയേഴ്സ് ഇന്ത്യയുടെ ഒരു ബിസിനസ് ലൈൻസ് എന്ന് നമുക്ക് പറയാം. ഇതാണ് ഇവരുടെ ഹോം പേജ്. എത്രത്തോളം പ്രൊജക്റ്റുകളുണ്ട്, എത്രത്തോളം ഓൺഗോയിങ് ഉണ്ട്, മേജർ റിഫൈനറി പ്രൊജക്ട്, പിന്നെ മെഗാ പെട്രോ കെമിക്കൽ, അതുപോലെ ഓയിൽ ആൻഡ് ഗ്യാസ് പ്രോസസ്സിംഗ് പ്രൊജക്ട്, എത്രത്തോളം പ്രൊജക്റ്റുകളുണ്ട് ഇതെല്ലാം കൂടെ ക്ലിയർ ആയിട്ട് അവരുടെ ഹോം പേജിലും അവർ ബിസിനസ്സിൻ്റെ അണ്ടറിൽ വന്നിട്ട് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് എഞ്ചിനീയേഴ്സ് ഇന്ത്യയുടെ വെബ്സൈറ്റ്. പിന്നെ അടുത്ത് നമ്മൾ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡിൻ്റെ, ഇതും നമുക്ക് പെട്ടെന്ന് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അത് ഡിഫൻസിനോട് ലിങ്ക് ചെയ്തിട്ടുള്ള എല്ലാ പ്രൊഡക്ട്സ് ആണ്. എയർക്രാഫ്റ്റ് ആണെങ്കിലും ഹെലികോപ്റ്റേഴ്സ് ആണെങ്കിലും ഫ്യൂച്ചർ പ്രൊഡക്ട്സ് ആണെങ്കിലും, ഫ്യൂച്ചർ പ്രൊഡക്ട്സ് ഇപ്പോൾ അങ്ങനെ എല്ലാതും ഇത് അവർ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ് അവർ ചെയ്യുന്നത്, എന്തൊക്കെയാണ് അവരുടെ കപ്പാസിറ്റി, എല്ലാ കാര്യങ്ങളും അവർ അവരുടെ ഹോം പേജിൽ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡിൻ്റെ ഹോം പേജ്. പിന്നെ അടുത്തെന്ന് പറയുന്നത് MTNL ആണ്, മഹാനഗർ ടെലികമ്മ്യൂണിക്കേഷൻ ലിമിറ്റഡ്. സോ അത് മെയിൻലി അവർ തന്നെ ഡയറക്റ്റ് പറയുന്നുണ്ട് അവരുടെ സർവീസ് മെയിൻലി മുംബൈ ആൻഡ് ഡൽഹി മാത്രമേ ഉള്ളൂ അവരുടെ ഓപ്പറേഷൻ എന്ന് പറയപ്പെടുന്നത്. പിന്നെ ഇതാണ് അതിൻ്റെ ഹോം പേജ്. പിന്നെ അടുത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ NBCC ആണ്. അവരുടെ ബിസിനസ് ആൻഡ് സർവീസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും ലൈക്ക് മേജർ ക്ലയൻറ്റ്സ് ഏതൊക്കെയാണ്, പിന്നെ ഇൻ്റർനാഷണൽ പാർട്ട്നേഴ്സ് ഉണ്ടോ, ഡൊമസ്റ്റിക് ഉണ്ടോ, പിന്നെ അവരുടെ ഏതൊക്കെയാണ് അവരുടെ മെയിൻ ആയിട്ടുള്ള പ്രൊജക്റ്റുകൾ. പിന്നെ ക്ലിയർ ആയി മെൻഷൻ നവരത്ന CPS കൊടുത്തിട്ടുണ്ട്. നവരത്ന ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എൻ്റർപ്രൈസസ്, നവരത്ന ഗ്രൂപ്പിൽ വരുന്ന ഒരു കമ്പനിയാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് അവരിങ്ങനെ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇതിൽ. ഇതാണ് NBCCയുടെ ഹോം പേജ്. പിന്നെ അടുത്തത് NMDCയുടെ ഹോം പേജാണിത്. ഇവിടെയും ക്ലിയർ ആയിട്ട് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്തൊക്കെ അവർ ചെയ്യുന്നു, ഏതൊക്കെയാണ് അവരുടെ ഡീറ്റെയിൽസ്, എന്തൊക്കെ അവരുടെ സെക്ടറുകൾ വരുന്നു, അതെല്ലാം അവർ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ NMDCയുടെ ഹോം പേജ്. പിന്നെ അടുത്ത നമുക്ക് പറയുന്നത് നമ്മളുടെ NLC ഇന്ത്യ ആണ്, നേവലി ലിഗ്നൈറ്റ് കോർപ്പറേഷൻ്റെ ആണ്. ഇവരും ഇത് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണ് അവരുടെ സ്ട്രീം ലൈൻസ് വരുന്നത്, ഏതൊക്കെയാണ്. അതും ക്ലിയർ ആയി മെൻഷൻ ചെയ്തിട്ടുണ്ട്. നവരത്ന കമ്പനിയാണ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എൻ്റർപ്രൈസ്. അതും അവർ ക്ലിയർ ആയിട്ട് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണെന്നുള്ളത്. പിന്നെ അടുത്ത് വരുന്നത് ഓയിൽ ഇന്ത്യ ആണ്. ഓയിൽ ഇന്ത്യയുടെ വെബ്സൈറ്റ് ആണ്, അവരുടെ ഹോം പേജ് ആണിത്. ഏതൊക്കെ സ്ട്രീം ലൈനാണ് അവർ വർക്ക് ചെയ്യണത്, ഏതൊക്കെ രീതിയിലാണ് അവരുടെ ഡിവിഷൻസ് വരുന്നത്, അതെല്ലാം അവർ ക്ലിയർ ആയിട്ട് അവർ ബിസിനസ് ഏതൊക്കെയാണ്, ഡ്രില്ലിംഗ് വരുന്നുണ്ട്, പൈപ്പ് ലൈൻ വരുന്നുണ്ട്, പെർഫോമൻസ്, പിന്നെ ഡ്രില്ലിങ്ങിൽ ഏതൊക്കെ ഡിവിഷൻസ് വരുന്നുണ്ട്, വർക്ക് ഓവർ റിഗ്സ്, പിന്നെ വർക്ക് ഓവർ ഡ്രില്ലിങ്ങിൻ്റെ ഡീറ്റെയിൽസ്, ഏതൊക്കെയാണ് റിഗുകളുണ്ടോ, അവർ ഫുൾ ഡീറ്റെയിൽസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അവരുടെ വെബ്സൈറ്റിൽ. ബിസിനസ് ക്ലിക്ക് ചെയ്ത് നമുക്ക് അവരെല്ലാതും അറിയാൻ പറ്റും. ഇതാണ് ഓയിൽ ഇന്ത്യയുടെ ഹോം പേജ്. പിന്നെ അടുത്തത് പവർ ഫിനാൻസ് കോർപ്പറേഷൻ്റെ ആണ്. അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അണ്ടർടേക്കിംഗ്. ഇതാണ് പവർ ഫിനാൻസ് കോർപ്പറേഷൻ്റെ
ഹോം പേജ് ഇതിൽ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. നവരത്ന PSU നവരത്ന കമ്പനിയാണ് അവർ ക്ലിയർ ആയിട്ട് ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്തത് നമ്മൾ നേരത്തെ കണ്ട പോലെ രാഷ്ട്രീയ ഇസ്പാറ്റ് നിഗം ലിമിറ്റഡ്, അതിൻ്റെ വെബ്സൈറ്റ് ആണിത്. അതിൽ ഈ പറഞ്ഞ പോലെ അവർ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടില്ല, അതിൽ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. ഇതാണ് ഇതിൻ്റെ വെബ്സൈറ്റ് വരുന്നത്. പിന്നെ അടുത്തത് റൂറൽ ഇലക്ട്രിക്കൽ കോർപ്പറേഷൻ അതിൻ്റെ വെബ്സൈറ്റ് ആണ് ഈ കാണുന്നത്. അതിൻ്റെ ഹോം പേജ് ആണത്. അതിൽ അവർ ക്ലിയർ ആയിട്ട് അവർ എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത്, അവരുടെ എത്രത്തോളം അവർ പ്രൊവൈഡ് ചെയ്തു, എത്രത്തോളം എന്താ പറയുക റൂറൽ ഏരിയയിൽ എന്തൊക്കെ അവർ ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് അവർ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. അവരുടെ വെബ്സൈറ്റ് ആണ്, ഹോം പേജ് ആണ് ഇത് വരുന്നത്. പിന്നെ അടുത്തത് ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റ് ആണ്. അവരുടെ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ ഡീറ്റെയിൽസ് അതെല്ലാം അവർ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ കറൻറ്റ് എന്ന് പറയപ്പെടുന്നത് ഫുൾ ഡീറ്റെയിൽസ് ഈ ഒരു മാഡാണ് ഇപ്പോഴത്തെ HK ജോഷി. പിന്നെ ഇതാണ് ഇതിൻ്റെ ഇവരുടെ ഹോം പേജ് വരുന്നത്. ഹോം പേജ് ഇതാണ് അവരുടെ മെയിനായിട്ട് വരുന്നത്, ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ. അപ്പോൾ ഇതാണ് ഈ നമ്മളുടെ നവരത്ന കമ്പനീസിൻ്റെ എല്ലാ വെബ്സൈറ്റുകൾ. ഇനി നമുക്ക് ഇവരുടെ എല്ലാ കമ്പനികളുടെയും ഫിനാൻഷ്യൽ ഇപ്പോഴത്തെ സ്ട്രെങ്ത് എങ്ങനെയാണെന്ന് നോക്കിയാക്കാം. ഇത് ഭാരത് ഇലക്ട്രോണിക്സിൻ്റെ ആണ്. അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കമ്പനിയുടെ ഓവർവ്യൂവിൽ പറയുന്നത് ഒരു ഡിഫൻസിനോട് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഇലക്ട്രോണിക് ഡിഫൻസിന് ആവശ്യപ്പെട്ട എല്ലാ ഇലക്ട്രോണിക്സ് നീഡ്സ് ആവശ്യപ്പെട്ടുള്ള അതിന് വേണ്ടിയിട്ടാണ് ഇത് മെയിനായിട്ട് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. അതാണ് അവർ പറയുന്നത്. BELൻ്റെ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് സെക്ടർ ഇലക്ട്രോണിക്സ് കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് 60 രൂപ 15 പൈസയാണ്. ഇത് ലോ 56 വീക്ക് ലോ 52 വീക്ക് ലോ 56 രൂപ വരെ പോയി, ഹൈ 122 രൂപ 10 പൈസ വരെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 14,729 കോടി ഉണ്ട്. ബുക്ക് വാല്യൂ 37 രൂപ. പിന്നെ അതുപോലെ തന്നെ ഡിവിഡൻഡ് അവർ കൊടുത്തിട്ടുണ്ട്, 340% ഡിവിഡൻഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു രൂപയ്ക്ക് അപ്പോൾ 3 രൂപ 40 പൈസ ഡിവിഡൻഡ് അവർ കൊടുത്തിട്ടുണ്ട്. അവർ റീസെൻ്റ്ലി ഫേസ് വാല്യൂ 1 രൂപയാണുള്ളത്. പിന്നെ അവൻ്റെ എത്ര സെയിൽ ഉണ്ടായി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നെറ്റ് സെയിൽ 2000 കോടി രൂപ ആവറേജ് അവരുടെ സെയിൽ നടക്കുന്നുണ്ട്. പ്രോഫിറ്റ് അതുപോലെ തന്നെ ഒരു 200 കോടി രൂപ മിനിമം പ്രോഫിറ്റും വരുന്നുണ്ട്. സീറോ ഡെപ്റ്റ് കമ്പനിയാണ്, ഒരു തരി പോലും കടങ്ങളോ ഇല്ലാത്ത കമ്പനിയാണ്. നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, ഒരു പ്രശ്നവും കാണുന്നില്ല. സെൻട്രൽ ഗവൺമെൻറ് നവരത്ന കമ്പനിയാണ്, ഒരു ടെൻഷൻ ഇല്ലാണ്ട് നമുക്ക് നല്ല കൺസിസ്റ്റൻസി ഉണ്ട് സെയിൽസിൽ, നല്ല കൺസിസ്റ്റൻസി ഉണ്ട് നെറ്റ് പ്രോഫിറ്റിൽ. സീറോ ഡെപ്റ്റ് കമ്പനിയാണ്. പിന്നെ ഡിവിഡൻഡ് സ്ട്രക്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ സൂപ്പർ കൺസിസ്റ്റൻസി ഉണ്ട്. 2019 നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫെബ്രുവരിയിൽ, മാർച്ചിൽ, ഓഗസ്റ്റിൽ എല്ലാത്തിലും കൊടുത്തിട്ടുണ്ട് അവർ. അങ്ങനെ ഒരു വർഷത്തിൽ അവർ 3 രൂപ 40 പൈസ വരെ അവർ കൊടുത്തിട്ടുണ്ട്. 60 രൂപയ്ക്ക് 3 രൂപ 40 പൈസ അവർ കൊടുത്തിട്ടുണ്ട് ഡിവിഡൻഡ്. പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ 58% ഷെയർസ് ഉണ്ട്. F11ൻ്റെ കയ്യിൽ 8%, 8.91. പിന്നെ ഡൊമസ്റ്റിക്കിൻ്റെ കയ്യിൽ 25.56 ഉണ്ട്. മ്യൂച്വൽ ഫണ്ടിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട് നല്ലൊരു ശതമാനം, 17.43%. പിന്നെ ജനറൽ പബ്ലിക്കിൻ്റെ കയ്യിൽ 6.7% അവർ ഹോൾഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിൽ നമുക്ക് കണ്ണുപൂടി റെക്കമെൻഡ് ചെയ്യാവുന്ന ഒരു ഷെയറാണ്. അറ്റ്ലീസ്റ്റ് നമുക്ക് ഡിവിഡൻഡെങ്കിലും നല്ലൊരു രീതിയിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് ഭാരത് ഇലക്ട്രോണിക്സിൻ്റെ റേറ്റ് വരുന്നത്. അതാണ് ഇതിന് ഫിനാൻഷ്യലി നമുക്കിത് കണ്ണുപൂടി നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷെയറാണ് BEL. അടുത്ത കണ്ടെയ്നർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആണ്. കണ്ടെയ്നർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ കണ്ടെയ്നർ ലോജിസ്റ്റിക്സ് ആക്ടിവിറ്റീസ് ആണ് മെയിനായിട്ട് ചെയ്യപ്പെടുന്നത്. അത് കണ്ടെയ്നർ പോർട്ട്, എയർ കാർഗോ കോംപ്ലക്സ്, എയർ ഫ്രൈറ്റ് സ്റ്റേഷൻ, വെയർ ഹൗസിംഗ്, ലോജിസ്റ്റിക് പാർക്ക്, സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എക്സെട്ര, ഇതിലേക്കെല്ലാം സപ്പോർട്ടിംഗ് ആണ് ഇത് അവർ മെയിനായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ കറൻറ്റ് ഇത് സെക്ടർ വരുന്നത് ട്രാൻസ്പോർട്ട് ആൻഡ് ലോജിസ്റ്റിക്സിൻ്റെ സെക്ടറിലാണ് വരുന്നത്. 2 BSEയിലും NSEയിലും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. കറൻറ്റ് മാർക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് 364 രൂപ 95 പൈസയാണ്.
52 വീക്ക് ലോ വരുന്നത് 263 രൂപ 40 പൈസയും ഹൈ 666 രൂപ വരെ ഹൈയും പോയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ നോക്കുകയാണെങ്കിൽ 22,236 കോടി രൂപ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉണ്ട്. ബുക്ക് വാല്യൂ 170 രൂപ. ഡിവിഡൻഡ് 171% ഡിവിഡൻഡ് കൊടുത്തിട്ടുണ്ട്. ഫേസ് വാല്യൂ 5 രൂപ. എങ്ങനെ പോലും ഒരു 7 രൂപയുടെ അടുത്തങ്ങനെ ഡിവിഡൻഡ് അവർ കൊടുത്തിട്ടുണ്ടാവണം. പിന്നെ അതിൻ്റെ സെയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൺസിസ്റ്റൻസി ഉണ്ട് അവരുടെ സെയിൽസിനെല്ലാം. 1,500 കോടി രൂപ മിനിമം അവർ സെയിൽ പോകുന്നുണ്ട്. അതുപോലെ തന്നെ പ്രോഫിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് കഴിഞ്ഞ സെപ്റ്റംബറിൽ എവിടെയോ അവർക്ക് ഒരു ഹ്യൂജ് ലോസ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാലും അവർക്കൊരു കൺസിസ്റ്റൻസി ഉണ്ട് അവരുടെ പ്രോഫിറ്റബിലിറ്റിയിൽ. പിന്നെ ഡെപ്റ്റ് എന്ന് പറയുന്നത് വെറും 700 കോടി രൂപയാണ് ഡെപ്റ്റ് വന്നിട്ടുള്ളത്. പിന്നെ ഡിവിഡൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ കൺസിസ്റ്റൻസി ഉണ്ട് നല്ല അവർക്ക് ഡിവിഡൻഡിന്. എങ്ങനെ പോലും ഒരു എന്താ പറയുക 8 രൂപ ആവറേജിൽ അവർ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട് എല്ലാ വർഷവും. അപ്പോൾ ഇതും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നല്ലൊരു കമ്പനിയാണ് കണ്ടെയ്നർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. പിന്നെ അതിൻ്റെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 54% ഗവൺമെൻറ്റിൻ്റെ കയ്യിലും 26% F11 കയ്യിലും മ്യൂച്വൽ ഫണ്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട് 8.58%. ജനറൽ പബ്ലിക്കിൻ്റെ കയ്യിൽ 2.46 കയ്യിലാണ് ഉള്ളത്. അപ്പോൾ നോക്കണം, ഇതും ഒരു നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനിയാണ് കണ്ടെയ്നർ കോർപ്പറേഷൻ. നല്ല റിട്ടേൺ തരും ഈ കമ്പനി. ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്, നല്ല റേറ്റും കൂടിയാണ്. പിന്നെ അടുത്തത് നമ്മൾ എഞ്ചിനീയേഴ്സ് ഇന്ത്യയാണ്. എഞ്ചിനീയേഴ്സ് ഇന്ത്യ പറഞ്ഞ പോലെ തന്നെ മെയിനായിട്ട് പെട്രോളിയം റിഫൈനറീസും അതർ ഇൻഡസ്ട്രിയൽ പ്രൊജക്റ്റിനാണ് മെയിനായിട്ട് ഇവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. എഞ്ചിനീയേഴ്സ് ഇന്ത്യ ദ കമ്പനി ഈസ് ടു അതർ ഏരിയാസ് സച്ച് എസ് പൈപ്പ് ലൈൻ, പെട്രോകെമിക്കൽ, ഓയിൽ ആൻഡ് ഗ്യാസ് പ്രോസസ്സിംഗ്, ഓഫ് ഷോർ സ്ട്രക്ചർ ആൻഡ് പ്ലാറ്റ്ഫോം, ഫെർട്ടിലൈസേഴ്സ്, അങ്ങനെ എല്ലാ ഡിവിഷനിലും അങ്ങനെ ഓയിൽ ആൻഡ് ഗ്യാസ്. അതുപോലെ തന്നെ ഈ ഓയിൽ ആൻഡ് ഗ്യാസും പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ഡിവിഷൻസിലെല്ലാം എന്തൊക്കെ എഞ്ചിനീയറിംഗ് വർക്കുകൾ വരുന്നുണ്ടോ അവിടെ എല്ലാം ഇവർ മെയിനായിട്ട് ഇവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതാണ് ഈ എഞ്ചിനീയേഴ്സ് ഇന്ത്യയുടെ മെയിൻ സ്ട്രീം ലൈൻ എന്ന് പറയപ്പെടുന്നത്. പിന്നെ സെക്ടർ എന്ന് പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ജനറൽ അതുകൊണ്ടാണ് എല്ലാത്തിലേക്കും അവർക്ക് ഡൈവേഴ്സിഫൈഡ് ആയി പോകാവുന്നതാണ്. 2 മാർക്കറ്റിലും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, NSEയിലും BSEയിലും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. കറണ്ട് മാർക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് 61 രൂപ 15 പൈസയാണ്. കറണ്ട് മാർക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് 61 രൂപ 15 പൈസയാണ്. അതിൻ്റെ 52 വീക്ക് ലോ വന്നിരിക്കുന്നത് 49 രൂപ 20 പൈസയും പിന്നെ 52 വീക്ക് ഹൈ വന്നിട്ടുള്ളത് 128 രൂപ 70 പൈസയാണ്. 128 രൂപ 70 പൈസയും ഹൈ വന്നിട്ടുണ്ട്. 49 രൂപ 20 പൈസയും ലോ വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ടോട്ടൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3,864 കോടി രൂപ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉണ്ട് അവർക്ക്. ബുക്ക് വാല്യൂ 36 രൂപയാണ്. ഡിവിഡൻഡ് 80% ഡിവിഡൻഡ് കൊടുത്തിട്ടുണ്ട് അവർ. പിന്നെ ഫേസ് വാല്യൂ 5 രൂപയാണ്. ഫേസ് വാല്യൂ 5 രൂപയാണ് അവർ കൊടുത്തിട്ടുള്ളത്. ഫേസ് വാല്യൂ 5 രൂപയ്ക്ക് 80% ഡിവിഡൻഡ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ സെയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു കൺസിസ്റ്റൻസി ഉണ്ട്. എങ്ങനെ പോലും ഒരു 650 കോടി 800 കോടി രൂപ റേഞ്ചിൽ അവർ എങ്ങനെ പോലും സെയിൽ പോകുന്നുണ്ട് അവർ ആവറേജ്. അതുപോലെ തന്നെ ഒരു പ്രോഫിറ്റ് എങ്ങനെ പോലും ഒരു ആവറേജ് ഒരു 90 to 120 റേഞ്ചിൽ അവർ പ്രോഫിറ്റും വന്നിട്ടുണ്ട്. 90 കോടി to 120 കോടി രൂപ പ്രോഫിറ്റും അവർ സീറോ ഡെപ്റ്റ് കമ്പനിയും കൂടിയാണ്. ഇനി എത്രയോ നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ വരാനുണ്ട്. അപ്പോൾ ഇൻ ഫ്യൂച്ചറിൽ ഇതൊരു നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും. അതുപോലെ ഡിവിഡൻഡിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കൺസിസ്റ്റൻസി ഉണ്ട്. ഡിവിഡൻഡിന് അവർ കൊടുക്കുന്നുണ്ട്. ഈ ചെറിയ ഒരു 100 രൂപയ്ക്ക് താഴെയുള്ള ഷെയറിന് 61 രൂപ 60 രൂപ ഷെയറിന് 4 രൂപ ഡിവിഡൻഡ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 4 രൂപ ഡിവിഡൻഡും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ 51% ഗവൺമെൻറ്റിൻ്റെ കയ്യിലുണ്ട്. F11 ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഡൊമസ്റ്റിക് ഹോൾഡ് ചെയ്യുന്നുണ്ട്. മ്യൂച്വൽ ഫണ്ട് നോക്കി നോക്കും, 17% മ്യൂച്വൽ ഫണ്ടിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പം അത്രയ്ക്കധികം അവരും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ഈ എഞ്ചിനീയേഴ്സ് ഇന്ത്യയിൽ നിന്ന്. പിന്നെ ജനറൽ പബ്ലിക്കിൻ്റെ കയ്യിൽ 12% ഉണ്ട്. അപ്പോൾ ഇതും ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ്, ഇതൊരു മസ്റ്റ് തന്നെ ആയിരിക്കും. സീറോ ഡെപ്റ്റ് കമ്പനിയാണ്. ഡൈവേഴ്സിഫൈഡ് ആണ് ഇൻഫ്രാസ്ട്രക്ചറിൽ. ഇതുവരെ ഇന്ത്യയിലത്തെ കുറേ ഇൻഫ്രാസ്ട്രക്ചർ ഇനിയും ഡെവലപ്പ് ആവാനുണ്ട്. അതൊക്കെ നോക്കുമ്പോൾ ഇതൊരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് നല്ലതാണ്. കൺസിസ്റ്റൻസി ആയിട്ട് നല്ലൊരു ഡിവിഡൻഡും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമുക്ക്. അപ്പോൾ ഇതൊരു നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. ഹൈ നമുക്ക് 128 വരെ പോയി, ലോ 49 വരെ പോയി, മാർക്കറ്റിൽ ഇപ്പോൾ 61 രൂപയാണ്. നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ടൈമാണിത്.
പിന്നെ അടുത്ത് നമുക്ക് പറയാനുള്ളത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ് ആണ്. ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എയർക്രാഫ്റ്റ്, ഹെലികോപ്റ്റേഴ്സ് വേൾഡ് വൈഡ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അതാണ് അതിനോടനുബന്ധിച്ചിട്ടുള്ള എല്ലാം അവർ ഇതിൽ ഇവിടെ നമുക്ക് ഇന്ത്യയിൽ തന്നെ ഇത് ചെയ്യാൻ പറ്റും. നമുക്ക് aircraft, helicopters, communication, navigation equipments, advanced communication equipments, aerospace equipments, aero engines, advanced light helicopter weapon system integrations. അങ്ങനെ നമ്മൾ ഡിഫൻസിനോടും പിന്നെ നമ്മളെ സ്പേസിനോടൊക്കെ ലിങ്ക് ചെയ്തിട്ടുള്ള എന്തൊക്കെയോ ഉണ്ടോ അതെല്ലാം നമുക്ക് ഇതിലൂടെ ഇവിടുന്ന് നമുക്ക് ഇന്ത്യയിൽ തന്നെ നമുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പൺ കൂടിയാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇതൊരു ശരിക്കും പറയുകയാണെങ്കിൽ ഇതൊരു നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയും കൂടിയാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻ ഫ്യൂച്ചറിൽ ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ ഇതിന്റെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഒരു നല്ല ഒരു റിട്ടേൺ ആയിരിക്കും. ഇത് അതുകൊണ്ട് ഒരു ഡൈവേഴ്സിഫൈഡിലേക്ക് കൊടുത്തിരിക്കുന്നത്. സെക്ടർ ഡൈവേഴ്സിഫൈഡ് ആണ്. രണ്ട് മാർക്കറ്റിലും ഉണ്ട്. NSE-ലും BSE-ലും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കറന്റ് മാർക്കറ്റ് റേറ്റ് 496 പൈസയാണ് NSE-യിൽ. അപ്പോൾ അതിൻ്റെ 52 ആഴ്ച ലോ എന്ന് പറയുന്നത് 470 രൂപയാണ്. അതിൻ്റെ ഹൈ എന്ന് പറയുന്നത് 895 രൂപ 90 പൈസയാണ് ഹൈ. ലോ 470 രൂപയാണ്. ഇതന്നെ നമുക്ക് നോക്കിയാൽ പെട്ടെന്ന് തന്നെ അധികം എന്താ പറയുക, ആകെ കൂടി 10-30 രൂപ ഡിഫറൻസേ ഉള്ളൂ 52 വീക്ക് ലോയും കറണ്ട് മാർക്കറ്റ് റേറ്റും തമ്മിൽ. നല്ലൊരു റേറ്റ് നമുക്ക് ലോങ് ടൈമിലേക്ക് നോക്കുകയാണെങ്കിൽ നല്ല റിട്ടേൺ കിട്ടുന്ന ഒരു ഷെയറും കൂടിയാണത്. പിന്നെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 16,619 കോടി രൂപ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. ബുക്ക് വാല്യൂ 324 ഉണ്ട്. ഡിവിഡൻഡ് 198% ഡിവിഡൻഡ് കൊടുത്തിട്ടുണ്ട്. ഫേസ് വാല്യൂ 10 രൂപ 19 രൂപ 80 പൈസ തന്നെ നമ്മൾ ഡിവിഡൻഡ് കൊടുത്തിട്ടുണ്ട് അവര്. പിന്നെ അതിൻ്റെ സെയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൺസിസ്റ്റൻസി ഉണ്ട്. 4,000 കോടി മുതൽ 4,400 കോടി മുതൽ 3,000 കോടി രൂപ വരെ അവര് അതിൻ്റെ സെയിൽ നടന്നിട്ടുണ്ട്. ആവറേജ് സെയിൽ പോകുന്നുണ്ട്. പ്രോഫിറ്റ് അവർക്കും പ്രോഫിറ്റ് ഉണ്ട്. അതുപോലെ തന്നെ 400 കോടി മുതൽ 600 കോടി രൂപ വരെ പ്രോഫിറ്റ് ഉണ്ട്. മാർച്ചിൽ ഹ്യൂജ് പ്രോഫിറ്റ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കൺസിസ്റ്റൻസി ഒരു ആവറേജ് നോക്കണമെങ്കിൽ എങ്ങനെ ഒരു 500 കോടി രൂപ ആവറേജ് എന്തായാലും അവർക്ക് പ്രോഫിറ്റ് ഉണ്ട്. ഡെപ്റ്റ് ഉണ്ട് ഒരു എത്ര പറയാ 4,000 കോടി ഡെപ്റ്റ് അവർ കാണിക്കുന്നുണ്ട്. എങ്കിൽ കൂടി ഇൻ ഫ്യൂച്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നല്ല ഒരു കമ്പനി ആണിത്. പിന്നെ ഡിവിഡൻഡ് ഹിസ്റ്ററി അധികം ഉണ്ടാവില്ല. ഇപ്പോൾ റീസെൻ്റ്ലി ലിസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ്. അപ്പോൾ ഇതുവരെയുള്ള റേറ്റ് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ 2019 അവർ 19 രൂപ 80 പൈസ കൊടുത്തു. 2020 മാർച്ചിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 332.50% എന്ന് പറയുമ്പോൾ അത് 33 രൂപയ്ക്ക് മേലെ അവർ ഡിവിഡൻഡ് കൊടുത്തിട്ടുണ്ട് പെർ ഷെയറിന്. അപ്പോൾ അത് നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്, നല്ലൊരു ഡിവിഡൻഡും കൊടുക്കുന്ന കമ്പനിയാണ്. പിന്നെ ഷെയർ ഹോൾഡിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 89% ഗവൺമെന്റിന്റെ കയ്യിലുണ്ട്. 89%. 8% ഡൊമസ്റ്റിക്കിന്റെ കയ്യിലുണ്ട്. പിന്നെ മ്യൂച്വൽ ഫണ്ട് വളരെ തുച്ഛമായ ഷെയർസ് ഹോൾഡ് ചെയ്യണം. ഇൻഷുറൻസ് കമ്പനി ഹോൾഡ് ചെയ്യുന്നുണ്ട് 7%. പിന്നെ പബ്ലിക്കിന്റെ കയ്യിൽ 1.17% ഉള്ളൂ പബ്ലിക്കിന്റെ കയ്യിൽ. മേജർ ഷെയർ ഹോൾഡിങ് ഗവൺമെന്റിന്റെ കയ്യിൽ തന്നെയാണ് ഇപ്പോഴും. പിന്നെ അടുത്തത് MTNL ആണ്. MTNL ബേസ്ഡ് ഇൻ നമ്മളുടെ മെയിനായിട്ട് മഹാരാഷ്ട്രയിലും അതായത് മുംബൈയിലും ഡൽഹിയിലാണ് അവരുടെ ടെലികോം പ്രൊവൈഡ് ചെയ്യപ്പെടുന്നത്. ഫിക്സഡ് ലൈൻ ആൻഡ് അതർ ബേസിക് ടെലികമ്മ്യൂണിക്കേഷൻ സർവീസ് ഇൻ ഡൽഹി ആൻഡ് മുംബൈ. മെയിനായിട്ട് അവരുടെ 2 സ്ഥലങ്ങളിൽ മാത്രമാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. പിന്നെ ഇത് നമ്മൾ എന്താ പറയുക, MTNL അധികം ടെലികമ്മ്യൂണിക്കേഷൻസ് അല്ലെങ്കിലും ടെലികമ്മ്യൂണിക്കേഷൻ നമ്മളുടെ എയർടെൽ ഒഴികെ ബാക്കി എല്ലാതും ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. ജിയോ ഇതുവരെ ലിസ്റ്റ് ചെയ്തിട്ടില്ല. ജിയോ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എയർടെലും മാറിപ്പോവും. പക്ഷേ ഇപ്പോഴത്തെ കറന്റ് മാർക്കറ്റിൽ ഇപ്പോൾ എയർടെൽ മാത്രമാണ് ബൂം ചെയ്ത് നിൽക്കുന്നത്. ബാക്കി എല്ലാവരും ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിനോടനുബന്ധിച്ച് തന്നെ ഇപ്പോൾ നിങ്ങളിപ്പോൾ MTNL നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6 രൂപ 85 പൈസയാണ് മാർക്കറ്റ് റേറ്റ്. 52 വീക്ക് ലോ 4 രൂപ 45 പൈസ, ഹൈ 13 രൂപ 30 പൈസ വരെ പോയിട്ടുള്ളൂ. പിന്നെ അതിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റൽ നോക്കുകയാണെങ്കിൽ 435 രൂപ മാർക്കറ്റ് ക്യാപിറ്റൽ ഉണ്ട്. ബുക്ക് വാല്യൂ -154. അപ്പോൾ നമ്മളൊരു ഷെയർ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ 6 രൂപ കൊടുത്ത് ഷെയർ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 154 രൂപയുടെ ബാധ്യത ഉള്ളവനായി മാറും. അപ്പോൾ നമ്മൾ ഒഴിവാക്കിയായിരിക്കും ബെറ്റർ. എന്നാലും ജസ്റ്റ് ഇപ്പോൾ നമ്മൾ നവരത്ന കമ്പനി ആയതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നോക്കിയാൽ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാവും
ഈ കഴിഞ്ഞ ഡിസംബറിലും ലോസ് എന്ന് പറയപ്പെടുന്നത് 1068 കോടി രൂപ ലോസ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ ഡെപ്റ്റ് കുറവാണ്, നെറ്റ് വർത്ത് മൈനസിലാണ് കിടക്കുന്നത്. ഒക്കെ കൂടി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് അവോയ്ഡ് ചെയ്യായിരിക്കും നല്ലത്. ഡിവിഡൻഡിനെ കുറിച്ചിട്ട് ഒന്നും ഉണ്ടാവില്ല. 2009 കൊടുത്തിട്ടുള്ള ഡിവിഡൻഡാണ്, അതായത് 11 വർഷം മുമ്പ്. അപ്പോൾ ഗവൺമെന്റിന്റെ കയ്യിലുണ്ട് ഇപ്പോഴും 56%. അതുകൊണ്ടാണ് അവർ നിൽക്കുന്നത്, ഗവൺമെന്റ് കമ്പനി. അതുകൊണ്ടാണ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഇങ്ങനെ പോയിട്ടുണ്ടാവും. പ്രൊമോട്ടേഴ്സിന്റെ കയ്യിൽ 56% ഉണ്ട്. F11.33% ഹോൾഡ് ചെയ്യുന്നുണ്ടാവും. അവരുടെ കയ്യിൽ കുടുങ്ങിയതായിരിക്കും ചിലപ്പോൾ. ബാക്കി ഡൊമസ്റ്റിക്കിന്റെ കയ്യിൽ കിടക്കുന്നുണ്ട്, ഇൻഷുറൻസ് കമ്പനിയിലുണ്ട്, മ്യൂച്വൽ ഫണ്ട് ഹോൾഡ് ചെയ്യുന്നില്ല. ജനറൽ പബ്ലിക്കിന്റെ കയ്യിൽ 21% ഉണ്ട്. ഇത് MTNL ഒന്ന് ഒഴിവാക്കിയായിരിക്കും നല്ലത്. പിന്നെ നാൽക്കോ ആണ്. നാൽക്കോനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നാൽക്കോ ഡീറ്റെയിൽസ്. നാഷണൽ അലുമിനിയം കമ്പനി. ഇത് 1981 എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ളതാണ്. പബ്ലിക് കമ്പനി തന്നെയാണ്. ഇറ്റ് ഈസ് ഏഷ്യാസ് ലാർജസ്റ്റ് ഇൻ്റഗ്രേറ്റഡ് അലുമിനിയം കോംപ്ലക്സ് ആണ്. അത്രയ്ക്കധികം നമ്മളുടെ അലുമിനിയത്തിൻ്റെതായിട്ടുള്ള പ്രൊഡക്ട്സുകൾ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ എക്സ്പോർട്ടും ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ അതുകൂടാണ്ട് വേറെ ബിസിനസ് ആക്ടിവിറ്റീസ്, കെമിക്കലും അലുമിനിയം അതുപോലെ പല ഡിവിഷൻസും അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏഷ്യയിലെ തന്നെ ഒരു വലിയൊരു അലുമിനിയം കോംപ്ലക്സ് തന്നെ നമുക്കുണ്ട്. അപ്പോൾ നാൽക്കോ അതുകൊണ്ടും കൂടിയാണ് ഒരു നവരത്ന കമ്പനിയായി മാറിയിട്ടുള്ളത്. അത്രയ്ക്കധികം ട്രേഡ് നടക്കുന്നുണ്ട്, അത്രയധികം ബിസിനസ് ഉള്ളത് കൊണ്ട് മാത്രമാണ്. സെക്ടർ അലുമിനിയം തന്നെയാണ്. പിന്നെ ഇപ്പോഴത്തെ കറന്റ് മാർക്കറ്റ് റേറ്റ് 27 രൂപ 95 പൈസയാണ്. ലോ വന്നിട്ട് 24 രൂപ 40 പൈസയും ഹൈ 51 രൂപ 90 പൈസയും വരെ വന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 5223 കോടി രൂപ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉണ്ട്. ബുക്ക് വാല്യൂ 56 രൂപ 20 പൈസ ഉണ്ട്. മാർക്കറ്റിൽ 27.95 പൈസ NSE-യിലുണ്ട്. ഡിസ്കൗണ്ടിലാണ് നിൽക്കുന്നത്, നമുക്കത് എടുക്കാവുന്നതേ ഉള്ളൂ. നല്ലൊരു റേറ്റ് ആണ്. ഡിവിഡൻഡ് 115% ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നോക്കി നോക്കൂ, ഫേസ് വാല്യൂ 5 രൂപ. അപ്പോൾ 5 രൂപയ്ക്ക് മേലെ അവർ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ചെറിയൊരു ഷെയറിന് 5 രൂപ ഡിവിഡൻഡ് കൊടുക്കുന്നു പറയുമ്പോൾ നമുക്കതൊരു നല്ല റിട്ടേൺ കൂടിയാണ്. നെറ്റ് സെയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2000 കോടി മിനിമം ആവറേജിൽ അവർ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ സെപ്റ്റംബർ ഡിസംബർ എന്നൊക്കെ പറയുന്നതിൽ ലോസ് വരാൻ കാരണം കൊറോണ തന്നെ ആവണം. എക്സ്പോർട്ട് കുറവായിരിക്കും, കൊറോണയുടെ ഒരു ഇതായിരിക്കൊണ്ടാണ്. ഇനിയുള്ള ഈ ഒരു വർഷം 2020 നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടുമിക്ക കമ്പനി ലോസിലായിരിക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്ഥലത്തും സെയിൽ നടക്കുന്നില്ല. അപ്പോൾ ഡിസംബറും സെപ്റ്റംബറൊക്കെ ഇതിൻ്റെ എഫക്റ്റ് ഉണ്ടായിരിക്കണം. ടോട്ടൽ ഡെപ്റ്റ് വരുന്നത് ഡെപ്റ്റ് ഫ്രീ കമ്പനി തന്നെ പറയാം. ഒരു 66 കോടി രൂപ ഡെപ്റ്റ് മാത്രമേ ഉള്ളൂ. എന്നാലും അവർ ആവറേജ് എന്ന് പറയുന്നത് ഒരു 200 കോടി രൂപ പ്രോഫിറ്റ് കാണിക്കേണ്ടതാണ്. പക്ഷേ ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഡിവിഡൻഡ് സെയിൽ കുറവാണ്. സെയിൽ ഉണ്ട്, പക്ഷെ പ്രോഫിറ്റ് കുറവാണ്. പക്ഷെ അവർ ഡിവിഡൻഡ് കൺസിസ്റ്റൻസി ഉണ്ട്. 5 രൂപ 75 പൈസയാണ് അവർ ഡിവിഡൻഡ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു നല്ല റേറ്റ് ആണ്. ഗവൺമെന്റ് കമ്പനിയാണ്, ഏഷ്യയിലെ നമ്പർ 1 എന്ന് തന്നെ പറയാം നമുക്ക്. പിന്നെ 5 രൂപ ഫേസ് വാല്യൂ ഉണ്ട്, ഡിവിഡൻഡ് നന്നായി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, നല്ല റേറ്റ് ആണ്. അലുമിനിയാണ് എപ്പോഴും ആവശ്യമുള്ള ഒരു ഡിവിഷനാണ്. അതും ഗവൺമെന്റ് കമ്പനിയാണ്, നവരത്ന കമ്പനിയാണ്. നമുക്ക് നല്ല റിട്ടേൺ തരുന്നുണ്ട്, നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഒരു കമ്പനിയും കൂടിയാണ് നാൽക്കോ. പിന്നെ അടുത്ത് NBCC ആണ്, നാഷണൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ്. ഇന്ത്യയുടേതായിട്ടുള്ള എല്ലാ സിവിൽ കൺസ്ട്രക്ഷൻ പ്രൊജക്റ്റുകളും, സിവിൽ ഇൻഫ്രാസ്ട്രക്ചർ ഫോർ പവർ സെക്ടറും, പിന്നെ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ്സും ഇതെല്ലാം നമുക്ക് ഇത് ത്രൂ ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ളതായിട്ടുള്ള civil construction project including residential and commercial complexes, redevelopment of building, hospital infrastructure, workforce security, personnel, boarding, എല്ലാ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റുകളും നമുക്ക് ഈ NBCC-യിൽ ഉൾപ്പെടുത്തി ചെയ്യാവുന്നതാണ്. ഇതും ഇൻഫ്രാസ്ട്രക്ചർ ജനറൽ കൊടുത്തിരിക്കുകയാണ്. കറന്റ് മാർക്കറ്റ് രണ്ടിലും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, BSE-യിലും NSE-യിലും. കറന്റ് മാർക്കറ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ 18 രൂപയാണ്. ലോ 14 വരെ പോയി, ഹൈ 65 രൂപ വരെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 3240 രൂപയാണ്. ബുക്ക് വാല്യൂ 8 രൂപ 69 പൈസ. ഡിവിഡൻഡ് 65% കൊടുത്തിട്ടുണ്ട്. ഫേസ് വാല്യൂ 1 രൂപയാണ്. പിന്നെ അതിൻ്റെ സെയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1000 കോടി അതിൻ്റെ ആവറേജ് ആണ്.
അപ്പോൾ അതിന് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 30 കോടി രൂപ വരെ റേഞ്ചിൽ 30 കോടിക്ക് മേലെ അതിൽ പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. സീറോ ഡെപ്റ്റ് കമ്പനിയാണ്. ഒരു വർഷത്തിൽ 28 കോടി രൂപ ലോസ് കാണിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നാലും അവർ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. വർഷത്തിൽ അവർ എങ്ങനെ പോലും ഒരു ആവറേജ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞൊരു 75 കോടി രൂപയിൽ പ്രോഫിറ്റ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇതൊരു നല്ലൊരു കമ്പനിയും കൂടിയാണ്. പിന്നെ ഡിവിഡൻഡിന്റെ ഇൻഫ്രാസ്ട്രക്ചർ മൊത്തത്തിൽ എല്ലാതും ഡൗൺ ആണ്. പക്ഷെ ഇൻ ഫ്യൂച്ചറിൽ അത് ആയിക്കൊണ്ടേ ഇരിക്കും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതില്ലാണ്ട് ഇനിയിപ്പോൾ മുന്നിലോട്ട് ഒരു പോക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് അതിലേക്കായിരിക്കും ഇനി നെക്സ്റ്റ് എല്ലാവരും ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് ഡിവിഡൻഡ് റേഞ്ച് എന്ന് പറയുന്നത് ഒരു 65 പൈസ 1 രൂപയുടെ അടുത്ത് കൊടുത്തിട്ടുണ്ട് അവർ ഡിവിഡൻഡ്. ഈ 65 പൈസ ആണെങ്കിൽ ഈ 18 രൂപയ്ക്ക് 65 പൈസ നല്ല റിട്ടേൺ കൂടിയാണ്. പിന്നെ ഇത് ഗവൺമെന്റ് കമ്പനിയാണ്, ഇൻഫ്രാസ്ട്രക്ചർ ആണ്, ഇൻ ഫ്യൂച്ചറിൽ നല്ല റിട്ടേൺ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതാണ് NBCCയുടെ പ്രത്യേകത. അതാണ് NBCCയുടെ റിട്ടേൺ. പിന്നെ അതിന്റെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ എന്ന് പറയുന്നത് പ്രൊമോട്ടേഴ്സ് 65% പ്രൊമോട്ടേഴ്സിന്റെ കയ്യിലാണ്. പിന്നെ F11ന്റെ കയ്യിൽ 6% ഉണ്ട്. ഡൊമസ്റ്റിക്കിന്റെ കയ്യിൽ 15% കൊടുത്തിട്ടുണ്ട്. പിന്നെ മ്യൂച്വൽ ഫണ്ട് 4%, ജനറൽ പബ്ലിക്കിന്റെ കയ്യിൽ വെറും 12% ഷെയർസേ ഉള്ളൂ. ജനറൽ പബ്ലിക്കിന്റെ കയ്യിൽ 12% മാത്രമേ ഉള്ളൂ. ഇതൊരു നല്ലൊരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് നല്ലതാണ് നമ്മൾ നോക്കുന്നുണ്ട് NBCC. പിന്നെ അടുത്തത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് NMDC ആണ്. NMDCനെ കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ നമ്മളെ ഇന്ത്യയുടെ മെയിൻ ആയിട്ടുള്ള എന്താ പറയുക എല്ലാ മിനറൽസും ഡയമണ്ട്സും ഇന്ത്യയുടെ ആയിട്ടുള്ള എല്ലാ മിനറൽ ഐറ്റംസും നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നതും അതിന് നമ്മൾ കയറ്റി അയക്കുന്നതും എല്ലാം NMDC ത്രൂ ആണ്. അതും ഒരു നല്ലൊരു ഡിവിഷനാണ്. അതിൻ്റെ സെക്ടർ വരുന്നത് മൈനിങ് ആൻഡ് മിനറൽസിൻ്റെ സെക്ടറിലാണ് അത് നമ്മൾ പെടുത്തിയിട്ടുള്ളത്. അതിന് കറന്റ് മാർക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് 72 രൂപ 40 പൈസയാണ്. അതിന് 52 വീക്ക് ലോ വന്നിട്ടുള്ളത് 61 രൂപ 55 പൈസയും ഹൈ 139 രൂപ 40 പൈസ അതിൻ്റെ ഹൈ വന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ നോക്കുകയെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ നോക്കുകയെന്നുണ്ടെങ്കിൽ 22,106 കോടി രൂപ അതിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉണ്ട്. ബുക്ക് വാല്യൂ 84 രൂപ 76 പൈസ ഉണ്ട്. ഡിവിഡൻഡ് ഒരു 552% ഡിവിഡൻഡ് കൊടുത്തിട്ടുണ്ട്. ഫേസ് വാല്യൂ 1 രൂപ. അപ്പോൾ ഒരു ഷെയറിന് അവർ മിനിമം ഒരു 5 രൂപ 50 പൈസയെങ്കിലും അവർ ഡിവിഡൻഡ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൺസിസ്റ്റൻസി ഉണ്ട്. പിന്നെ അതിൻ്റെ സെയിൽ നോക്കി നോക്കാം. നമുക്ക് അതിൻ്റെ സെയിൽ നോക്കുകയെന്നുണ്ടെങ്കിൽ ആവറേജ് ഒരു 3000 കോടി രൂപ ആവറേജ് അവർ എങ്ങനെ പോലും അവർ സെയിൽ 3 മാസം കൂടുമ്പോൾ അവർക്ക് സെയിൽ വരുന്നുണ്ട്. അതിൻ്റെ പ്രോഫിറ്റ് ഈ പറഞ്ഞ പോലെ 1000 കോടി രൂപ എങ്ങനെ പോലും മിനിമം അവർക്കൊരു ആവറേജ് വരുന്നുണ്ട് 3 മാസം കൂടുമ്പോൾ. ഡെപ്റ്റ് അധികം ഇല്ല. 364 കോടി രൂപ ഡെപ്റ്റേ ഉള്ളൂ. നല്ലൊരു സെയിൽ ഉണ്ട്, നല്ല റിട്ടേൺ ഉണ്ട്. ഇനി ഡിവിഡൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൺസിസ്റ്റൻസി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിവിഡൻഡിൻ്റെ കൺസിസ്റ്റൻസി സൂപ്പർ ആണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ പോയാലും നമുക്ക് മിനിമം ഒരു 5 രൂപയ്ക്ക് മേലെ ഡിവിഡൻഡ് എന്തായാലും അവർ കൊടുക്കുന്നുണ്ട്. ഈ ഒരു ചെറിയൊരു എമൗണ്ടിൽ നല്ലൊരു ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. നല്ലൊരു എമൗണ്ടിൽ എടുക്കുന്നുള്ള ഷെയറുകൾ നമുക്ക്, അതും നവരത്ന കമ്പനിയാണ്, ബ്ലൈൻഡ് ആയിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. മൈനിങ് ആൻഡ് മിനറൽസിൽ വരുന്ന ഡിവിഷനാണ്. എങ്ങനെ പോലും നല്ലൊരു റിട്ടേൺ കിട്ടുന്ന ഒരു കമ്പനിയാണ്. അത് തന്നെ നമുക്ക് അതും സെൻട്രൽ ഗവൺമെന്റ് കമ്പനിയായിട്ടാണ്. പ്രൊമോട്ടേഴ്സ് വരുന്നുണ്ട്, 69% പ്രൊമോട്ടേഴ്സിലുണ്ട്. 69% പ്രൊമോട്ടേഴ്സ് ഹോൾഡ് ചെയ്യുന്നുണ്ട് ഷെയർ. പിന്നെ F11ന്റെ കയ്യിൽ വെറും 5% ഷെയർസാണ് F11ന്റെ കയ്യിലുള്ളൂ. പിന്നെ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിന്റെ കയ്യിൽ 21% ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിന്റെ കയ്യിലുണ്ട്. പിന്നെ മ്യൂച്വൽ ഫണ്ടിന്റെ കയ്യിൽ അവർ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇൻഷുറൻസ് കമ്പനി ഹോൾഡ് ചെയ്യുന്നുണ്ട്. ജനറൽ പബ്ലിക്കിന്റെ കയ്യിൽ വെറും കുറച്ച് ഷെയർസേ ഉള്ളൂ. ജനറൽ പബ്ലിക്കിന്റെ കയ്യിൽ 2.88%. അപ്പോൾ എല്ലാം കൊണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നല്ല റിട്ടേൺ കിട്ടും. ഇൻ ഫ്യൂച്ചറിലാണെങ്കിൽ നല്ല റിട്ടേൺ കിട്ടുന്ന ഒരു കമ്പനിയാണ്. കൺസിസ്റ്റൻസി ഉണ്ട് അവർക്ക്. സെയിൽസിലാണെങ്കിലും ഡിവിഡൻഡ് പ്രൊവൈഡ് ചെയ്യുന്നതിലാണെങ്കിലും ഇതൊരു നല്ലൊരു കമ്പനിയാണ്. നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനിയാണ്. നവരത്ന കമ്പനിയാണ് NMDC. ഇത് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനി തന്നെയാണ്. പിന്നെ നെയ്വേലി ലിഗ്നൈറ്റ് കമ്പനിയാണ് NLC. ഇത് മെയിനായിട്ട് ലിഗ്നൈറ്റ് എക്സ്പ്ലോറേഷനും പിന്നെ അതുപോലെ പവർ ജനറേഷൻ കമ്പനിയാണിത്. ഇതിൻ്റെ ഈ പറഞ്ഞ പോലെ ഇതൊരു സെക്ടർ എന്ന് പറയുന്നത് പവർ ജനറേഷനും ഡിസ്ട്രിബ്യൂഷനും സെക്ടർ വരുന്നത്. പിന്നെ മാർക്കറ്റിൽ ഇപ്പോഴത്തെ റേറ്റ് 42 രൂപ 70 പൈസയാണ്. ലോ 34 രൂപ 95 പൈസ വരെ വന്നു. ഹൈ 72 രൂപ 70 പൈസ വരെ വന്നു ഹൈ.
പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ മാർക്കറ്റ് വാല്യൂ മാർക്കറ്റ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 6004 കോടി രൂപ അതിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റൽ വരുന്നുണ്ട്. ബുക്ക് വാല്യൂ 90 രൂപ 23 പൈസ, ഡിസ്കൗണ്ടിലാണ് നിൽക്കുന്നത് ഇപ്പോൾ 42 രൂപ 70 പൈസ. ബുക്ക് വാല്യൂ 90 രൂപ 23 പൈസ ഉണ്ട്, പക്ഷെ നിൽക്കുന്നത് ഇപ്പോൾ 42 രൂപ 70 പൈസയിലാണ്. ഡിവിഡൻഡ് നമ്മൾ അവർ പ്രൊവൈഡ് ചെയ്ത് 45% ഡിവിഡൻഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫേസ് വാല്യൂ 10 രൂപയുള്ളൂ. എങ്ങനെ പോയി 4 രൂപ 50 പൈസ 4 രൂപ 50 പൈസയോളം അവർ ഡിവിഡൻഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ നമുക്ക് സെയിൽ നോക്കി നോക്കാം, സെയിലിൻ്റെ റേഞ്ച് എങ്ങനെയാണ് വരുന്നുള്ളത്. അവർക്ക് സെയിലും നല്ല കൺസിസ്റ്റൻസി ഉണ്ട്. 1000-2000 കോടി രൂപ ഡിവിഡൻഡ് അല്ല സെയിൽ നടത്തുന്നുണ്ട് അവർക്ക് ആവറേജ്. പ്രോഫിറ്റ് ഉണ്ട് അവർക്ക്, കൺസിസ്റ്റൻസിയിൽ നല്ല പ്രോഫിറ്റ് ഉണ്ട്. 300 കോടി രൂപ പ്രോഫിറ്റും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 300 കോടി രൂപ പ്രോഫിറ്റ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ സെയിലും ഉണ്ട്, അതുപോലെ തന്നെ പ്രോഫിറ്റും ഉണ്ട് അവർക്ക് നല്ല രീതിയിൽ. അതാണ് അവരുടെ ഇപ്പോഴത്തെ നല്ല 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 സെയിലും നല്ല പ്രോഫിറ്റും ഉണ്ട്, നല്ല ബുക്ക് വാല്യൂ ഉണ്ട്, നല്ല ഡിവിഡൻഡിൻ്റെ കൺസിസ്റ്റൻസി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിവിഡൻഡും അവർ പ്രൊവൈഡ് ചെയ്യും നല്ല രീതിയിൽ തന്നെ. ഓരോ വർഷത്തിൽ അവർ 4 രൂപ 50 പൈസ വെച്ചിട്ട് ഡിവിഡൻഡും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ വർഷം അവർ 7 രൂപ 70 പൈസ വരെ അവർ ഡിവിഡൻഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ വർഷം കൊടുത്ത ഡിവിഡൻഡ് 7 രൂപ 60 പൈസയാണ് അവർ ഡിവിഡൻഡ് കൊടുത്തിരിക്കുന്നത്. മാർച്ച് 2020 അവർ കൊടുത്ത ഡിവിഡൻഡ് 7 രൂപ 60 പൈസയ്ക്ക് ആയിരുന്നു. 2019 കൊടുത്ത ഡിവിഡൻഡ് 4 രൂപ 50 ആണ്. ഇതിപ്പോൾ എല്ലാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ 80% ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ്, ഡൊമസ്റ്റിക്കിൻ്റെ കയ്യിൽ 16%, അതുപോലെ തന്നെ അതേഴ്സിൻ്റെ കയ്യിൽ, അതായത് ഡൊമസ്റ്റിക്കിൻ്റെ കയ്യിൽ വെറും, അതായത് നോർമൽ പബ്ലിക്കിൻ്റെ കയ്യിൽ വെറും 2% മാത്രമേ ജനറൽ പബ്ലിക്കിൻ്റെ കയ്യിലുള്ളൂ. ബാക്കിയെല്ലാം ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ്. ബാക്കി പിന്നെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കയ്യിലാണ്. പിന്നെ മെജോറിറ്റി ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ്. നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു എന്താ പറയുക ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു കമ്പനിയാണ്. നല്ല റേറ്റിലാണ് നിൽക്കുന്നത്, നല്ല ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്, നല്ല സെയിലുണ്ട്, എല്ലാം നല്ലതാണ്. പക്ഷേ ഇതിന് കുറച്ച് റേറ്റിൻ്റെ കുറച്ച് മാത്രം അത് അത്രയ്ക്കധികം മാർക്കറ്റിൽ ട്രേഡിങ് നടക്കുന്നില്ല. അതാണ് റേറ്റ് ഇങ്ങനെ കയറാതെ നിൽക്കുന്നത്. അത്രയ്ക്കധികം മാർക്കറ്റിലില്ല, വെറും 2% മാർക്കറ്റിലേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ അത് വലിയ ഫ്ലക്ച്വേഷൻ ഒന്നും ഇല്ലാണ്ട് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഡിവിഡൻഡ് ഇപ്പോൾ നമ്മൾ ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്നും നോക്കാനില്ല, നല്ല റേറ്റിലേക്ക് എടുക്കണേ, നല്ല ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്, നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്, നവരത്ന കമ്പനിയാണ്, ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് പറ്റിയ ഒരു കമ്പനിയാണ് NLC എന്ന് പറയപ്പെടുന്നത്. പിന്നെ അടുത്ത നമുക്ക് ഓയിൽ ഇന്ത്യ നോക്കി നോക്കാം. ഓയിൽ ഇന്ത്യ ഈ പറഞ്ഞ പോലെ തന്നെ പ്രൊഡ്യൂസേഴ്സ് ക്രൂഡ് ഓയിൽ പ്രൊഡക്ഷനും നാച്ചുറൽ ഗ്യാസും, ക്രൂഡ് ഓയിൽ പ്രൊഡക്ഷൻ, നാച്ചുറൽ ഗ്യാസ്, ലിക്വിഡ് പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ്, LPG പ്രൊഡക്ഷൻ, പിന്നെ പൈപ്പ്ലൈൻ ട്രാൻസ്പോർട്ടേഷൻ സോറി പെട്ടെന്ന് കണ്ടില്ലേ. കമ്പനി എത്രയോ കിലോമീറ്റേഴ്സ് ഇൻക്ലൂഡിംഗ് അതുപോലെ തന്നെ അതായത് ഓയിൽ സെക്ടറിനോട് എന്തൊക്കെ ലിങ്ക് ചെയ്തിട്ടുണ്ടോ അതെല്ലാം ഈ കമ്പനിയും ചെയ്യുന്നുണ്ട്. ഓയിൽ എക്സ്പ്ലോറേഷനും പിന്നെ അതുപോലെ തന്നെ LPG ഗ്യാസിൻ്റെ ആണെങ്കിലും എല്ലാതും ഈ ഒരു ഡിവിഷനും കൂടി നമ്മളുടെ ഗവൺമെൻറ് ഈ ഡിവിഷനും കൂടി ഇവർ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് ഓയിൽ ഇന്ത്യ. അപ്പോൾ ഓയിൽ ഇന്ത്യയെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കിയറിയാം, ഓയിൽ ഡ്രില്ലിംഗ് ആൻഡ് എക്സ്പ്ലോറേഷൻ ആണ് അവരുടെ സെക്ടർ വരുന്നത്. കറണ്ട് മാർക്കറ്റ് റേറ്റ് 87 രൂപ 80 പൈസയാണ്. ഹൈ 189 രൂപ 70 പൈസ വരെ വന്നിട്ടുണ്ട്. ലോ 63 രൂപ 50 പൈസ വരെ വന്നിട്ടുണ്ട്. ഹൈയും ലോയും നോക്കുക, ഇതാണ് അതിൻ്റെ റേഞ്ച്. പിന്നെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 9521 കോടി രൂപ അതിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉണ്ട്. ബുക്ക് വാല്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 255 രൂപ 86 പൈസ ബുക്ക് വാല്യൂ ഉണ്ട്. അതിൻ്റെ റേറ്റ് മാർക്കറ്റിൽ ഇപ്പോഴത്തെ റേറ്റ് കാണിക്കുന്നത് 87 രൂപ 80 പൈസയാണ്. ബുക്ക് വാല്യൂ 255 രൂപ 86 പൈസ ഉണ്ട്, മാർക്കറ്റിൽ 87 രൂപ 80 പൈസ ഉണ്ട്. അത്രയും ഡിസ്കൗണ്ടിലാണ് ഈ ഷെയർ ഇപ്പോൾ നിൽക്കുന്നത്. ഇതൊരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് സൂപ്പറായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനിയും കൂടിയാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് നവരത്ന കമ്പനിയാണ്, നല്ല റിട്ടേൺ കൊടുക്കുന്നുണ്ട്. നമുക്കത് നല്ല ബ്ലൈൻഡ് ആയിട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു റിട്ടേൺ എന്തായാലും നമുക്കത് കിട്ടും. ഇപ്പോൾ ക്രൂഡ് ഓയിലിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടാണ്, കൊറോണ പ്രശ്നം കൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. വികസിത രാജ്യങ്ങളെല്ലാം ഈ പറഞ്ഞ പോലെ ക്രൂഡ് ഓയിലിനെ അവോയ്ഡ് ചെയ്യും, പിന്നെ അവർ അത് ചെയ്യും. പക്ഷേ ഇനി കുറച്ച് കാലത്തെങ്കിലും നമുക്കിത് ഇല്ലാണ്ട് നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഒരു ലോങ് ടൈം കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റിന് ഇത് നല്ലൊരു ഇതാണ്. ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട് അവർ 102 രൂപ 102% അവർ ഡിവിഡൻഡ് കൊടുത്തിട്ടുണ്ട്. ഫേസ് വാല്യൂ 10 രൂപ, മിനിമം 10 രൂപ 12 രൂപ 50 പൈസ അവർ ഡിവിഡൻഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സെയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ
മിനിമം ആവറേജ് സെയിൽ 3000 കോടിയാണ് അതിന്റെ ആവറേജ് സെയിൽ വരുന്നത്. പ്രോഫിറ്റ് അവര് പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ട്. മിനിമം ഒരു 400 കോടി രൂപ പ്രോഫിറ്റ് ഉണ്ട് അവർക്ക്. ഡെപ്റ്റ് 7000 കോടി ഡെപ്റ്റ് ഉണ്ട് അവർക്ക്. എങ്കിലും പ്രോഫിറ്റിലും സെയിലും കൺസിസ്റ്റൻസി ഉണ്ട്. ഒരു പ്രാവശ്യം മാത്രം അവർക്ക് കുറച്ച് ലോസ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ആവറേജ് നോക്കണമെങ്കിൽ എങ്ങനെ പോയാലും അവർക്ക് 3 മാസം കൂടുമ്പോൾ ഒരു 600 കോടി രൂപ അവർക്ക് ആവറേജ് പ്രോഫിറ്റ് വരുന്നുണ്ട്. പിന്നെ ഡിവിഡൻഡ് ഹിസ്റ്ററി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് 10 രൂപ ഡിവിഡൻഡ് അവർ കൊടുക്കുന്നുണ്ട്. മിനിമം 10 രൂപ ഡിവിഡൻഡ് അവർ കൊടുക്കുന്നുണ്ട്. നല്ല മാർക്കറ്റ് റേറ്റ് നല്ല റേറ്റ് ആണ്. ബുക്ക് വാല്യൂ ഹൈ ആണ്. മാർക്കറ്റ് റേറ്റ് നല്ല ചീപ്പ് റേറ്റിൽ നിൽക്കുന്നത്. പിന്നെ അതിന്റെ പ്രൊമോട്ടേഴ്സിൽ ഗവൺമെന്റ് കയ്യിൽ 59% ഉണ്ട്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കയ്യിൽ 29% ഉണ്ട്. പിന്നെ അഫിലിയേറ്റിന്റെ കയ്യിൽ 6% ഉണ്ട്. പബ്ലിക്കിന്റെ കയ്യിൽ വെറും 4% ഉള്ളൂ. മ്യൂച്വൽ ഫണ്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാം നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നല്ല റിട്ടേൺ കിട്ടുന്ന ഒരു കമ്പനിയാണ്. ബുക്ക് വാല്യൂ ഉണ്ട്, നല്ല സെയിലും അതുപോലെ തന്നെ പ്രോഫിറ്റും കാണിക്കുന്നുണ്ട്. പിന്നെ നല്ല ഡിവിഡൻഡും കൊടുക്കുന്നുണ്ട്. പിന്നെ നല്ലൊരു ഹൈ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലോങ് ടൈമിലേക്ക് ഇതും നല്ലൊരു നവരത്ന കമ്പനി കൂടിയാണ്. ഒരു ലോങ് ടൈം നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് കൂടിയാണ് ഇത് ഓയിൽ ഇന്ത്യ. പിന്നെ അടുത്ത് നമുക്ക് പവർ ഫിനാൻസ് കോർപ്പറേഷൻ നോക്കി നോക്കാം. അവരുടെ ഡീറ്റെയിൽസ് നോക്കാം. മെയിനായിട്ട് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണിത്. പവർ സെക്ടർ ഫിനാൻസിങ് ആൻഡ് കമ്മിറ്റഡ് ടു ഇൻറ്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് ഓഫ് ദ പവർ ആൻഡ് അസോസിയേറ്റഡ് സെക്ടേഴ്സ്. അതാണ് മെയിനായിട്ട് ഈ പവർ ഫിനാൻസ് കോർപ്പറേഷൻ്റെ മെയിനായിട്ടുള്ള ഇത്. അതായത് പവർ ഫിനാൻസ് കോർപ്പറേഷൻ is providing large range of financial products and services like project term loan, leasing finance, lease financing, direct discount of bill, short-term loan, consultancy services, etc. For various power project in generation, transmission, distribution sectors as well as renovations, modernization and existing power project. പവറിനോട് ലിങ്ക് ചെയ്തിട്ടുള്ള എല്ലാ പ്രൊജക്റ്റുകൾക്കും സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ഡിവിഷൻ കൂടിയാണ് പവർ ഫിനാൻസ് കോർപ്പറേഷൻ. അതിനുവേണ്ടി മാത്രം അവർ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ഡിവിഷനാണ് ഈ PFC എന്ന് പറയപ്പെടുന്നത്. സെക്ടർ ഫിനാൻസ്, ടേം ലെൻഡിങ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. കറന്റ് മാർക്കറ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ 84 രൂപയാണ്. 52 വീക്കിലോ 78 രൂപ 50 പൈസയാണ്. ഹൈ 138 രൂപ 75 പൈസ വരെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന്റെ മാർക്കറ്റ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 22,203 കോടി രൂപ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉണ്ട്. ബുക്ക് വാല്യൂ 163 രൂപ 96 പൈസ ഉണ്ട്. നല്ലൊരു ബുക്ക് വാല്യൂ ഉണ്ട്. പിന്നെ 84 രൂപയാണ്. നല്ല ഡിസ്കൗണ്ടിലാണ് നിൽക്കുന്നത്. ഫേസ് വാല്യൂ 10 രൂപ. പിന്നെ അതിന്റെ സെയിൽ എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. ആവറേജ് സെയിൽ എന്ന് പറഞ്ഞത് 8,000 കോടി രൂപ ആവറേജ് സെയിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ പ്രോഫിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1,600 കോടി രൂപ 1,200 കോടി രൂപ ആവറേജ് അവരുടെ ഒരു പ്രോഫിറ്റും വരുന്നുണ്ട്. നല്ലൊരു ഡിവിഡൻഡ് ഉള്ള നല്ലൊരു പ്രോഫിറ്റ് നല്ലൊരു സെയിലുള്ള ഒരു കമ്പനിയാണ്. ഡെപ്റ്റ് നോക്കണ്ട, അത് ഫിനാൻസ് കമ്പനികൾക്ക് ഡെപ്റ്റ് കൂടുതലാണ് കാണിക്കുക. അതുപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റ് നല്ല രീതിയിൽ നെറ്റ് പ്രോഫിറ്റ് നെറ്റ് സെയിലും കൺസിസ്റ്റൻസി ഉള്ള ഒരു കമ്പനിയും കൂടിയാണ്. ഞാൻ അതിൻ്റെ ഡിവിഡൻഡിൻ്റെ നോക്കി നോക്കാം. ഡിവിഡൻഡും അതുപോലെ തന്നെ അവർക്ക് നല്ലൊരു കൺസിസ്റ്റൻസി ഉണ്ട്. 2019 അവർ പ്രോപ്പറായിട്ട് ഡിവിഡൻഡ് കൊടുത്തിട്ടില്ല. പക്ഷെ 2019 അവർ ഫെബ്രുവരിയിൽ നല്ല ഡിവിഡൻഡ് കൊടുത്തു. അവർ 9 രൂപ 50 പൈസ വെച്ചിട്ട്. 2018 അവർ 1 രൂപ 80 പൈസ. 2017 അവർ 11 രൂപ ഡിവിഡൻഡ് കൊടുത്തു. അത് 2019 എവിടെ ഒരു ലോസ് വന്നിട്ടുണ്ടായിരുന്നു അവർക്ക്. ലോസ് ആണോ അതോ 2019 ഡിവിഡൻഡ് കൊടുത്തിട്ടില്ല. അതിന് 2020 അവർ 9 രൂപ 90 പൈസ അവർ ഡിവിഡൻഡ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ എല്ലാം കൊണ്ട് നോക്കുകയാണെങ്കിൽ PFC എപ്പോഴും നല്ല ഒരു റെക്കമെൻഡഡ് ഷെയർ ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പവർ ജനറേഷന് കൊടുക്കുന്ന എന്നാലും നമ്മൾ നോക്കി ഇൻവെസ്റ്റ് ചെയ്യുക. പക്ഷെ നല്ല റിട്ടേൺ കിട്ടണം. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി അതിന്റെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 56% പ്രൊമോട്ടേഴ്സിന്റെ കയ്യിൽ, F11ന്റെ കയ്യിൽ 19% ഉണ്ട്. പിന്നെ ഇവരുടെ കയ്യിൽ നമ്മളുടെ F11ന്റെ കയ്യിൽ ഡൊമസ്റ്റിക്കിന്റെ കയ്യിൽ 20% ഉണ്ട്. പിന്നെ പബ്ലിക്കിന്റെ കയ്യിൽ 4% വരുന്നുണ്ട്. മ്യൂച്വൽ ഫണ്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട് 12% മ്യൂച്വൽ ഫണ്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട്. നല്ലൊരു ഡിവിഡൻഡ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനി കൂടിയാണ് പവർ ഫിനാൻസ് കോർപ്പറേഷൻ. ഇതൊരു നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. പിന്നെ അടുത്തത് REC ആണ്. RECയുടെ നമ്മൾ ബ്രീഫായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ
റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ്. നവരത്ന സെൻട്രൽ പബ്ലിക് എന്റർപ്രൈസ് ആണ്. മെയിനായിട്ട് ഇത് മെയിൻ പ്രൊജക്ട് എന്ന് പറയപ്പെടുന്നത് ഫിനാൻസ് ആൻഡ് പ്രൊമോട്ട് റൂറൽ ഇലക്ട്രിഫിക്കേഷൻ പ്രൊജക്ട് ഓൾ ഓവർ ദ കൺട്രി. ഈ നമ്മുടെ റൂറൽ ഏരിയാസിലുള്ള എല്ലാ ഇലക്ട്രിഫിക്കേഷൻ പ്രൊജക്റ്റിനും സപ്പോർട്ട് കൊടുക്കുക, ഫിനാൻഷ്യലി സപ്പോർട്ട് കൊടുക്കുന്ന ഒരു കമ്പനിയും കൂടിയാണ് ഇത് മെയിനായിട്ട്. It provides financial assistance to state electricity board, state government department and rural electric cooperative for rural electrifications project as are sponsored by them. Provide the loan assistance in SBC state power of electricity scheme. സോ മെയിൻലി നമ്മളുടെ ഇത് മെയിനായിട്ട് അവർ ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ ഏരിയയിലും ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുക, അതിന് വേണ്ടി ഇലക്ട്രിസിറ്റി പ്രൊവൈഡ് ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഫിനാൻഷ്യൽ സപ്പോർട്ടും നമുക്ക് ഇവരിൽ നിന്നാണ് പ്രൊവൈഡ് ചെയ്യപ്പെടുന്നത്. അതിപ്പോൾ എല്ലാ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനായാലും. ഇതിൽ ഫിനാൻസിങ് ആണ്, ടേം ലെൻഡിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണത്. അതുപോലെ തന്നെ അതിൻ്റെ രണ്ടിതിലും അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, രണ്ടിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. BSEയിലും ഉണ്ട്, NSEയിലും ഉണ്ട്. ലോ 78 രൂപ വരെ വന്നിട്ടുണ്ട്, ഹൈ 169 രൂപ വരെ വന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അതിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 17,596 കോടി രൂപ അതിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റൽ ഉണ്ട്. ബുക്ക് വാല്യൂ 173 രൂപ ബുക്ക് വാല്യൂ ഉണ്ട്. 89 രൂപ അതിൻ്റെ മാർക്കറ്റ് റേറ്റ് ഉണ്ട്. നല്ല ഡിസ്കൗണ്ടിലാണ് ആ ഷെയർ നിൽക്കുന്നത്. ഡിവിഡൻഡ് 110 രൂപ വരെ ഡിവിഡൻഡ് കൊടുത്തിട്ടുണ്ട് അവരെ. ഫേസ് വാല്യൂ 10 രൂപ ഉണ്ട്. 11 രൂപ വരെ ഡിവിഡൻഡ് ഉണ്ട് അതിന്. പിന്നെ നെറ്റ് സെയിൽ എന്ന് പറയുന്നത്, അതിൻ്റെ ആവറേജ് നെറ്റ് സെയിൽ എന്ന് പറയുന്നത് പറഞ്ഞ പോലെ 7,000 കോടി രൂപ നെറ്റ് സെയിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1,600-1,300 കോടി രൂപ അതിൻ്റെ ആവറേജ് നെറ്റ് പ്രോഫിറ്റും വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഡിവിഡൻഡ് പാറ്റേൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൺസിസ്റ്റൻസി ഉണ്ട്. റൂറൽ ഇലക്ട്രിക് RECക്ക് നല്ല ഡിവിഡൻഡ് പാറ്റേൺ ഉണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കൺസിസ്റ്റൻസി ഉണ്ട്. അവർ എങ്ങനെ പോലും ഒരു 11 രൂപ ഡിവിഡൻഡ് അവർ കൊടുക്കുന്നുണ്ട് എപ്പോഴും. അവർക്ക് REC എപ്പോഴും നല്ലൊരു ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. ഇലക്ട്രിസിറ്റിയിലൊന്നും നടക്കില്ല. മറ്റേ പവർ ജനറേഷൻ്റെ നമ്മൾ കുറച്ച് ഒരു വർഷം ലാഗ് ചെയ്തു. പക്ഷേ ഈ ഒരു REC ഒരിക്കലും അത് ലാഗ് ചെയ്യുന്നില്ല. രണ്ടും ഫിനാൻസ് കമ്പനി തന്നെയാണ്. ഒന്ന് പവർ ജനറേഷൻ്റെയും പിന്നെ ഇത് നമ്മളെ ഇലക്ട്രിസിറ്റിയുടെയും ഡയറക്റ്റ് ഇലക്ട്രിസിറ്റിയുടെയും. അപ്പോൾ ഇവര് നല്ല കൺസിസ്റ്റൻസി കൊടുക്കുന്നുണ്ട്. ഈ വർഷം അവർ നല്ല ഡിവിഡൻഡ് കൊടുത്തിട്ടുണ്ട്. 11 രൂപ, കഴിഞ്ഞ വർഷം 11 രൂപ ഡിവിഡൻഡ് കൊടുത്തിട്ടുണ്ട്. ഇതിലെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കണമെങ്കിൽ 52% ഗവൺമെന്റിന്റെ കയ്യിലും, F11 28% ഹോൾഡ് 29% ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഡൊമസ്റ്റിക് 12%, മ്യൂച്വൽ ഫണ്ട് 7% പേര് ഹോൾഡ് ചെയ്യുന്നുണ്ട്. പബ്ലിക്കിന്റെ കയ്യിൽ 5% ഉണ്ട്. അപ്പോൾ ഇതൊരു നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. നല്ല റിട്ടേൺ ഉണ്ട്, നല്ല സെയിൽ ഉണ്ട്, നല്ല പ്രോഫിറ്റ് ഉണ്ട്, നല്ല ബുക്ക് വാല്യൂ ഉണ്ട്, നല്ല ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. ലോങ് ടൈമിന് നമുക്ക് നല്ല ഇതും കൂടിയാണ്. ഓൺലി കുറച്ചേ മാർക്കറ്റിൽ കിടന്ന് കളിക്കുന്നുള്ളൂ. ബാക്കി അല്ലാതെ ഈ പറഞ്ഞ പോലെ ഇവിടെയൊക്കെ എടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൊമോട്ടേഴ്സിന്റെ കയ്യിലും F11 ഡൊമസ്റ്റിക്കിന്റെയും കയ്യിലാണ് ബാക്കി എല്ലാ ഷെയർസ് ഉള്ളത്. ഇതൊരു നല്ല ഇൻവെസ്റ്റ്മെന്റ് കമ്പനി ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു ഇതാണ്. പിന്നെ അടുത്തത് നമ്മൾ ലാസ്റ്റ് പറയാന്നുണ്ടെങ്കിൽ ഷിപ്പിംഗ് കോർപ്പറേഷൻ ആണ്. മെയിനായിട്ട് ഈ പറയപ്പെടുന്ന തന്നെ ഷിപ്പിങ്ങിനോട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ മൂവ്മെന്റ്സും എല്ലാ നമ്മളുടെ മൂവ്മെന്റ്സ് എല്ലാം ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഒരു കമ്പനിയോടാണ്. നമ്മൾ പറയാന്നുണ്ടെങ്കിൽ ഇന്റർനാഷണൽ കണ്ടെയ്നർ സർവീസസ്, പിന്നെ ഓഫ്ഷോർ സർവീസസ്, പാസഞ്ചർ സർവീസസ് അതുപോലെ തന്നെ എല്ലാ ഡീറ്റെയിൽസും വെസൽസ് ഇൻ ബിഹാഫ് ഓഫ് ദ വേരിയസ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ഓർഗനൈസേഷൻസ്. ഗവൺമെന്റ് ഓൾസോ എൻഗേജ് ദ ബിസിനസ് ഓഫ് ബൾക്ക് സെഗ്മെന്റ്സ്, ലൈനർ സെഗ്മെന്റ്, ടെക്നിക്കൽ ആൻഡ് ഓഫ്ഷോർ. ഇതിപ്പോൾ എല്ലാ ഗവൺമെന്റിനും സപ്പോർട്ട് ചെയ്യാനും എല്ലാ ഷിപ്പിംഗ് മൂവ്മെന്റ്സിനും നമുക്ക് ഷിപ്പിംഗ് കോർപ്പറേഷനെ യൂസ് ചെയ്യാവുന്നതാണ്. ഡയറക്റ്റ് ഗവൺമെന്റ് അണ്ടറിൽ വരുന്ന ഒരു കമ്പനിയാണ്. ഇതും മിനിരത്ന ആയതുകൊണ്ട് നവരത്ന ആയതുകൊണ്ട് നമുക്കിത് അത്രയ്ക്കും ഇൻവെസ്റ്റ് ചെയ്യാൻ നമുക്കത് കുഴപ്പമില്ല. സെക്ടർ വരുന്നത് ഷിപ്പിംഗ് സെക്ടറിലാണ് വരുന്നത്. അപ്പം കറന്റ് മാർക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് 39 രൂപ 95 പൈസ. രണ്ട് NSEയിലും BSEയിലും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ലോ 24 രൂപ 80 വരെ പോയി, ഹൈ 69 രൂപ 70 വരെ വന്നിട്ടുണ്ട്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 1,868 കോടി രൂപയാണ്.
പിന്നെ ബുക്ക് വാല്യൂ 149 രൂപ 88 പൈസ ഉണ്ട്. മാർക്കറ്റ് 39 രൂപയുള്ളൂ. നല്ല ഡിസ്കൗണ്ടാണ് നിൽക്കുന്നത്. ഫേസ് വാല്യൂ 10 രൂപ. പിന്നെ പ്രോഫിറ്റിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെയില് നടക്കുന്നുണ്ട്. മിനിമം ഒരു 1000 കോടി രൂപയുടെ സെയിൽ നടക്കുന്നുണ്ട്. പ്രോഫിറ്റിൽ കൺസിസ്റ്റൻസി കുറവാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് മാസങ്ങളിൽ ലോസ്, പിന്നെ പ്രോഫിറ്റ്. ഇപ്പം ഷിപ്പിംഗ് കമ്പനീസ് എല്ലാതും ആ ഒരു റേഞ്ചിലാണ്. പക്ഷെ എങ്കിലും ഗവൺമെന്റ് കമ്പനി ആയതുകൊണ്ടും അതുപോലെ തന്നെ നവരത്ന കമ്പനി ആയതുകൊണ്ടും നമുക്ക് കുഴപ്പമില്ല. പിന്നെ അതിന്റെ ഡിവിഡൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിവിഡൻഡ് ലാസ്റ്റ് 2011 അപ്പോൾ പ്രൊമോട്ടേഴ്സിന്റെ കയ്യിൽ 65% ഉണ്ട്. F11ന്റെ കയ്യിലുണ്ട്, ഡൊമസ്റ്റിക്കിന്റെ കയ്യിലുണ്ട്. പിന്നെ ഇൻഷുറൻസ് കമ്പനി കുറച്ച് ഹോൾഡ് ചെയ്യാനുള്ള ഇൻഷുറൻസ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. പിന്നെ പബ്ലിക്കിന്റെ കയ്യിൽ 14% ഉണ്ട്. മാർക്കറ്റ് ഇതൊരു ശരിക്കും ഇതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ബുക്ക് വാല്യൂ കുഴപ്പമില്ല, റേറ്റ് കുഴപ്പമില്ല. പക്ഷേ ഡിവിഡൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പനി ഡിവിഡൻഡ് കൊടുത്തിട്ട് ഇപ്പോൾ 9 വർഷത്തിന് മേലെയായി. അപ്പോൾ ഇത് നോക്കിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ നവരത്ന കമ്പനീസിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇപ്പോൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻസ് ഇടുക. എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ എൻ്റെ കിട്ടുന്ന ഓരോ പോസ്റ്റ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അപ്പോൾ എല്ലാവരും പിന്നെ ഇത് ഷെയർ ചെയ്യുക. പിന്നെ എന്തെങ്കിലും പുതിയ വീഡിയോസ് ചെയ്യണമെന്ന് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നോട് പറയാം. അതിനനുസരിച്ചിട്ടുള്ള വീഡിയോസ് ഞാൻ ചെയ്യാം. ഇപ്പോൾ ഇതിപ്പോൾ ഞാൻ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് മഹാരത്ന, നവരത്ന, പിന്നെ ഇനിയൊരു വീഡിയോ കൂടി വരുന്നുണ്ട് മിനിരത്ന എന്ന് കുറിച്ചിട്ട്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഓരോ സെക്ടർ വൈസ് ആയിട്ട് ഞാനത് വിചാരിച്ചിട്ടുണ്ട്. എല്ലാ കമ്പനികളുടെ, അതായത് ഓരോ സെക്ടർ വൈസ് ആയിട്ട് ഏതൊരു സെക്ടറിൽ ഏതെല്ലാം കമ്പനീസ് ഉണ്ട്, അതിൽ ഏതാണ് ഇപ്പോൾ ടോപ്പിൽ നിൽക്കുന്നത്, അതിനെ കുറിച്ചിട്ടൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്നാൽ ഓക്കെ, താങ്ക് യു.